ഇനിയും ഇന്നത്തെ പോർഷനിലേക്ക് വരാം. യൂണിറ്റ് 5 and 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വോയേജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രെഡിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്? ഇതിൽ ഏതാണ് വോയേജ് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം? വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ബങ്കർ കോസ്റ്റ് ആണോ, ഫ്രൈറ്റ് ഏർണിങ്സ് ആണോ, പോസ്റ്റ് ചാർജസ് ആണോ, സ്റ്റീവ് ഡോറിംഗ് ചാർജസ് ആണോ? ഇതിൽ ഏതാ നമ്മളുടെ വോയേജ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്? വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ഫ്രൈറ്റ് ഏർണിങ്സ് എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. കാരണം ഫ്രൈറ്റ് ഏർണിങ്സ് നമുക്ക് എന്താണ്? ഒരു ഇൻകം ആണ്. ഓക്കെ ആണോ? സോ ഫ്രൈറ്റ് ഏർണിങ്സ് റെപ്രസെന്റ് ദ പ്രൈമറി ഇൻകം ഓഫ് എ വോയേജ്. ഒരു വോയേജിൽ നിന്ന് കിട്ടുന്ന പ്രൈമറി ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. ബാക്കി ഓപ്ഷൻസ് ആയിട്ടുള്ള ബങ്കർ കോസ്റ്റ് ആയിക്കോട്ടെ, പോസ്റ്റ് ചാർജ് ആയിക്കോട്ടെ, സ്റ്റീവ് ഡോറിംഗ് ചാർജസ് ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്? എക്സ്പെൻസസ് ആണ്. സോ ദേ ആർ ഡെബിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്. അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് പ്രൈമേജ് റെഫർ ടു ഇൻ വോയേജ് അക്കൗണ്ട്? പ്രൈമേജ് എന്ന് പറഞ്ഞാൽ വോയേജ് അക്കൗണ്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈമേജ് ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ഓൺ ഫ്രൈറ്റ് ആണോ, an additional charge collected by the ship owner on freight ആണോ, a discount given to passengers ആണോ, government additional charge collected by the ship owner. Additional charge collected by the ship owner. Yes, അതിനെയാണ് പ്രൈമേജ് എന്ന് വിളിക്കുന്നത്. അഡീഷണൽ ചാർജ് കളക്ടഡ് ബൈ ദി ഷിപ്പ് ഓണർ. ഓക്കെ, പ്രൈമേജ് ഈസ് ആൻ എക്സ്ട്രാ ചാർജ് ലെവിഡ് ബൈ ഷിപ്പ് ഓണർ ഓവർ ആൻഡ് എബവ് ദ ബേസിക് ഫ്രൈറ്റ്. ഓക്കെ ആണോ? ബേസിക് ഫ്രൈറ്റിന്റെ ഓവർ ആൻഡ് എബവ് നമ്മൾ ചാർജിനെയാണ് പ്രൈമേജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് സംടൈംസ് കൺസിഡേർഡ് ആൻ അലവൻസ് ടു ദ ഷിപ്പ് ക്യാപ്റ്റൻ ഫോർ ഹാൻഡ്ലിംഗ് ദി കാർഗോ എഫിഷ്യന്റ്. ഇത് ഷിപ്പ് ക്യാപ്റ്റൻ ഒരു അലവൻസ് എന്ന രീതിയിലാണ് എക്സ്ട്രാ ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്നത്. സോ അതാണ് പ്രൈമേജ്, അഡീഷണൽ ചാർജ്. മൂന്നാമത്തത്, അഡ്രസ് കമ്മീഷൻ ഈസ് ചാർജ്ഡ് ബൈ ഹും? ആരാണ് അഡ്രസ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നത്? ഷിപ്പ് ഓണർ ആണോ, ഷിപ്പ് ക്യാപ്റ്റൻ ആണോ, ഏജന്റ് ഹാൻഡ്ലിംഗ് ദ കാർഗോ ആണോ, ഗവൺമെന്റ് അതോറിറ്റീസ് ആണോ? ആരാണ് അഡ്രസ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നത്? അഡ്രസ് കമ്മീഷൻ പറയാമോ? ഷിപ്പ് ഓണർ അല്ല, ഏജന്റ് ഹാൻഡ്ലിംഗ് ദ കാർഗോയാണ്. അഡ്രസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ കമ്മീഷൻ ഡിഡക്റ്റഡ് ബൈ ദി കൺസൈനീസ് ഏജന്റ് ഓർ ബ്രോക്കർ ഫോർ ഹാൻഡ്ലിംഗ് ദി ഷിപ്പ് കാർഗോ. ഷിപ്പിന്റെ കാർഗോ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ആ പെർട്ടിക്കുലർ ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കർ അയാൾ ഡിഡക്ട് ചെയ്യും. ക്ലിയർ ആണോ? അയാൾ ഡിഡക്ട് ചെയ്യും, എന്നിട്ട് ബാക്കിയേ കൊടുക്കത്തുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്ട് കോസ്റ്റ് ഫോർ ഷിപ്പ് ഓണർ. ഷിപ്പ് ഓണറിനെ സംബന്ധിച്ച് അതൊരു ഇൻഡയറക്ട് കോസ്റ്റ് ആണ്. അത് ഡിഡക്ട് ചെയ്ത് ബാക്കിയേ കൊടുക്കുകയുള്ളൂ. ക്ലിയർ ആണോ? അഡ്രസ് കമ്മീഷൻ. ആ കമ്മീഷൻ ഇങ്ങ് എടുക്കും, എന്നിട്ടാ ബാക്കി കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇത് ആരാ ചാർജ് ചെയ്യുന്നത്? ഏജന്റാ ചാർജ് ചെയ്യുന്നത്. ക്ലിയർ? ആർക്കത് എക്സ്പെൻസാ? ഷിപ്പ് ഓണർക്ക് അത് എക്സ്പെൻസാ. ഏജന്റ് ചാർജ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. സോറി, ഏജന്റ് ചാർജ് ചെയ്യുന്നതാണ് അയാൾ ചെയ്യുന്ന സർവീസിന് പകരമായിട്ട്. ക്ലിയർ ആണോ? എന്ത് സർവീസ് ആണ്? അയാൾ ബ്രോക്കറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, ആ ഒരു കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ട്, അയാൾ ആ ഒരു കാർഗോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പോർട്ടിൽ അയാൾ ചെയ്യുന്ന എല്ലാവിധ സർവീസിനും അയാൾ മേടിക്കുന്നത്. അയാളുടെ ഭാഗത്തു നിന്ന് വന്ന സർവീസിന് അയാൾ മേടിക്കുന്ന കമ്മീഷൻ, അതിനെ അഡ്രസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഫോർ ഹാൻഡ്ലിംഗ് ദ ഷിപ്പ് കാർഗോ, ആ കാർഗോ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? യെസ്, പോർട്ട് ബേസ്ഡ്, കംപ്ലീറ്റ്ലി പോർട്ട് ബേസ്ഡ്. ആ ഏജന്റ് നമുക്ക് വേണ്ടി അവിടുത്തെ ഡോക്യുമെന്റേഷൻ പരിപാടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതിന് അയാൾ ഈടാക്കുന്ന കമ്മീഷൻ, നമ്മുടെ കാർഗോ അയാൾ നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് ആസ് ആൻ ഏജന്റ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് നോൺ ആസ് അഡ്രസ് കമ്മീഷൻ. നാലാമത്തത്, which of the following is not a direct expense in voyage account? voyage account ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്തത് എന്ത്? ബങ്കർ കോസ്റ്റ്, പോർട്ട് ചാർജ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സ്റ്റീവ് ഡോറിംഗ് ചാർജസ്.
ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്തത്. യെസ്, സി ആണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അത് ഓഫീസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്, ഇൻഡയറക്റ്റ് ആണത്. സോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആർ ജനറൽ ബിസിനസ് എക്സ്പെൻസസ് ആണ് ആൻഡ് ആർ റെക്കോർഡഡ് സെപ്പറേറ്റ്ലി, നോട്ട് ഇൻ വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ട് അല്ല, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. ബങ്കർ കോസ്റ്റും പോസ്റ്റ് ചാർജും സ്റ്റീവ് ഡോറിംഗ് ചാർജും എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ് റിലേറ്റഡ് ടു വോയേജ്. അഞ്ചാമത്തത്, ഹൗ ഇസ് പാസേജ് മണി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്? പാസേജ് മണി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? പാസേജ് മണി ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആണോ, ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് ആണോ, ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് ആണോ, ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ് ആണോ? പാസേജ് മണി, പാസേജ് മണി ഏത് ഓപ്ഷനാ? ബി ആണോ? ഓക്കെ, ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് കറക്റ്റ് ഓപ്ഷൻ ആണ്. പാസേജ് മണി റെഫർ ടു റവന്യൂ. നമുക്ക് കിട്ടുന്ന എന്താ? റവന്യൂ ആണ്, വരുമാനമാണ് ഫ്രം പാസഞ്ചർ ട്രാൻസ്പോർട്ട്. ക്ലിയർ ആണോ? നമുക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നുണ്ട്, അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനമാ പാസേജ് മണി. സോ നമ്മളുടെ വോയേജ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ക്ലിയർ? ഫ്രൈറ്റ് ഏർണിംഗ്സ് പോലെ തന്നെ. ഓക്കെ അല്ലേ? സോ ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. അടുത്തത്, വാട്ട് ഡസ് ബങ്കർ കോസ്റ്റ് റെഫർ ടു ഇൻ വോയേജ് അക്കൗണ്ട്? ബങ്കർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് പാസഞ്ചർ അക്കോമഡേഷൻ ആണോ, കോസ്റ്റ് ഓഫ് ലൂബ്രിക്കൻസ് ഫോർ ദ ഷിപ്പ്, കോസ്റ്റ് ഓഫ് ഫ്യൂവൽ യൂസ് ഡ്യൂറിംഗ് ദ വോയേജ്, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഫോർ ദ ഷിപ്പ്? ഇതിൽ ഏതാണ് ബങ്കർ കോസ്റ്റ്? സി, കോസ്റ്റ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഫോർ, യെസ്, കോസ്റ്റ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഡ്യൂറിംഗ് ദി വോയേജ്. ഓക്കെ, bunker costs refer to the cost of fuel and oil used by the ship for its operation. Clear ആണോ? യെസ്. ഏഴാമത്തത്, how are incomplete voyages accounted for in financial statement? നമ്മളുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വോയേജസ് കാണും, അതായത് ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ആ വോയേജ് കംപ്ലീറ്റഡ് ആയിരിക്കത്തില്ല. നമ്മളത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ഇൻ ദ കറന്റ് പീരീഡ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ റവന്യൂവും കോസ്റ്റും ഈ പീരീഡിൽ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമോ? ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത്, എക്സ്പെൻസസ് ആർ ഡെഫേർഡ് അണ്ടിൽ വോയേജ് കംപ്ലീഷൻ. ആ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെഫേർഡ് എക്സ്പെൻസ് ആയി മാറ്റിവെക്കും. വോയേജ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഡെഫേർഡ് എക്സ്പെൻസ് ആയി മാറ്റിവെക്കും. അങ്ങനെയാണോ ചെയ്യുന്നത്? മൂന്നാമത്തത്, പ്രപ്പോർഷനേറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്. അതായത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത വോയേജിന്റെ പാർട്ട്, അതിനുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ, അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസും നമ്മൾ കാണിക്കും. കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷൻ കാണിക്കത്തില്ല. അങ്ങനെയാണോ ചെയ്യുന്നത്? ഏറ്റവും അവസാനം, only fixed cost are recorded and variable cost are deferred. ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ കാണിക്കും, വേരിയബിൾ കോസ്റ്റിനെ ഡെഫേർഡ് ആയിട്ട് മാറ്റിവെക്കും. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? എങ്ങനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് വോയേജിനെ അക്കൗണ്ട് ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് ഒരു വോയേജ് ഇൻ ട്രാൻസിറ്റ് ആണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഡി അല്ല, സി ആണ്. പ്രപ്പോർഷനേറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കും, റവന്യൂ എക്സ്പെൻസും എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും. Incomplete voyage require revenue and expense to be accounted for on a proportionate basis, ensuring that financial statement fairly represent earnings and cost. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ കംപ്ലീറ്റ് ആയി, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ റവന്യൂ ആൻഡ് എക്സ്പെൻസ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ബാക്കിയുള്ള പോർഷൻ്റെ അത് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് കാണിക്കും. എന്നാൽ മാത്രമേ ഈ പെർട്ടിക്കുലർ ഇയറിലെ ഏർണിങ്സ് അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പകുതി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഈ വർഷമാണ് കംപ്ലീറ്റ് ആയത്, അതുമായി ബന്ധപ്പെട്ട ഏർണിങ്സും കോസ്റ്റും ഈ വർഷം കാണിക്കണം. എന്നാൽ മാത്രമേ മാച്ചിങ് കോൺസെപ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പ്രപ്പോർഷനേറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്. എന്തിന്റെ കേസിലാണ്? ഇൻകംപ്ലീറ്റ് വോയേജസിന്റെ കേസിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് റവന്യൂ എക്സ്പെൻസും നമ്മൾ കാണിക്കും. എട്ടാമത്തത്, വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് പോർട്ട് ചാർജ് ഇൻ വോയേജ് അക്കൗണ്ട്? പോർട്ട് ചാർജ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് ആണോ, ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് ആണോ, ജനറൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ, ഡെഫേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമോ ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്? യെസ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. നമ്മുടെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പോർട്ട് ചാർജസ് ആർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിലേറ്റഡ് ടു ഡോക്കിംഗ് ആൻഡ് loading or unloading at port. These are debited as direct voyage expense. Direct voyage expense ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒമ്പതാമത്തത്, 8th ക്വസ്റ്റ്യനിലെ
ഇപ്പൊ ഒരു ഷിപ്പ് നമ്മൾ റെന്റിനെടുത്ത് അത് അതിന്റെ എന്താ പറയാ വോയേജ് പറഞ്ഞ ടൈമിനകത്ത് തീരാതെ വരുന്ന കേസാണോ പറഞ്ഞത്? അതാണോ 1 ഇയറിനകത്ത് വരുന്നതാണോ? ട്രീറ്റ്മെന്റ് ഓഫ് പോർട്ട് ചാർജ് എയ്ത്ത് ആണോ അതോ 7th ആണോ ഉദ്ദേശിച്ചത്? ഇൻകംപ്ലീറ്റ് എന്തോ എട്ടാമത്തെ എട്ടാമത്തത് പോർട്ട് ചാർജ് നമ്മൾ എവിടെ കാണിക്കുമെന്നാണ് ചോദിച്ചത്. പോർട്ട് ചാർജ് ഒരു എക്സ്പെൻസ്. 7th എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വോയേജ്. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുമ്പോൾ ആ വോയേജ് കംപ്ലീറ്റഡ് അല്ല. കംപ്ലീറ്റഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണിക്കാം. കംപ്ലീറ്റഡ് അല്ല എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിപ്പോ ഏത് രീതിയിൽ കംപ്ലീറ്റഡ് അല്ല എങ്കിലും എങ്ങനെ കാണിക്കും? അങ്ങനെയാണെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് റവന്യൂ എക്സ്പെൻസും എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഏത് രീതിയിലാണെങ്കിൽ ആ വോയേജ് കംപ്ലീറ്റഡ് അല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻസ് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പൊ ഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര ടൈമിനകത്ത് തിരിച്ച് വരാമെന്നുള്ള കണ്ടീഷനിലായിരിക്കുമല്ലോ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് 2-3 വർഷം ഉണ്ടെങ്കിൽ അത് 2-3 വർഷം ഓരോ വർഷം കംപ്ലീറ്റ് ആകുന്നതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അത് കാണിച്ചു പോകും. ഇയർലി കാണിക്കണം എന്നാണോ? ഇയർലി കാണിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്കുള്ള എക്സ്പെൻസ് ആ പെർട്ടിക്കുലർ ഇയറിൽ തന്നെ കാണിക്കും. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ്ലി കാണിച്ചു പോകും. എല്ലാം കൂടെ അവസാനം ഒരു പെർട്ടിക്കുലർ വർഷം കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തെ എക്സ്പെൻസുകൾ ഭയങ്കരമായി കൂടും, ആ വർഷത്തെ റവന്യൂ ഭയങ്കരമായി കൂടും. പക്ഷെ ആ റവന്യൂ എന്ന് പറഞ്ഞാൽ വർഷത്തെ മാത്രവുമല്ല, എക്സ്പെൻസും ആ വർഷത്തെ മാത്രമല്ല. അപ്പൊ മാച്ചിങ് കോൺസെപ്റ്റ് അവിടെ തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഓരോ ഇയറിലേക്കും കാണിച്ചു പോകും. ഇപ്പൊ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിച്ച സമയത്ത് പഠിച്ചായിരുന്നു. ചിലപ്പോൾ 10 വർഷത്തെ കോൺട്രാക്ട് ആണെങ്കിലും കംപ്ലീറ്റ് ആയതിന്റെ ബേസിസിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചു പോകുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ സർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് വരുമ്പോ എങ്ങനെയായിരിക്കും? അത് ഇൻ പ്രോഗ്രസ് എന്നാണോ കാണിക്കുക? ബാക്കിയുള്ള പോർഷൻ ഇൻ പ്രോഗ്രസ് എന്ന രീതിയിൽ, ഇൻ ട്രാൻസിറ്റ് എന്ന രീതിയിൽ കാണിക്കും. അപ്പൊ അത് വരുന്ന സമയത്തേക്ക് പിന്നെ അടുത്തത് നമ്മൾ കാണിക്കും. ക്ലിയർ ആണോ? അത് അങ്ങനെ മാറി പോകും. ഈ വർഷമുള്ള റവന്യൂ ഇത്ര റവന്യൂ എന്ന രീതിയിൽ കാണിക്കും, എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കാണിക്കും. ഓൾറെഡി നമ്മൾ അതിനെ ഒരു അസറ്റ് ആയിട്ട് ഒന്നും ട്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ക്ലിയർ അല്ലേ? ഈ വർഷം നമുക്ക് വന്ന റവന്യൂ, ഈ വർഷം വന്ന എക്സ്പെൻസ് എന്ന രീതിയിൽ കാണിക്കുന്നേ ഉള്ളൂ. ഈ വർഷം എനിക്ക് വരുമാനം ഇത്രയാണ്, എക്സ്പെൻസ് ഇത്രയാണ്. മൊത്തമായിട്ട് ഒരു വർഷത്തേക്ക് കൊണ്ട് കാണിക്കാതെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും. ഓരോ വർഷത്തെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും. ക്ലിയർ ആണോ? അടുത്തത് ഇനി 9ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വോയേജ് അക്കൗണ്ട്? താഴെ പറയുന്നവയിൽ ഏതാണ് വോയേജ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആകാത്തത്, വോയേജ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാത്തത്? റൈറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ബങ്കർ കോസ്റ്റ് ആൻഡ് അഡ്രസ് കമ്മീഷൻ. ഇതിൽ ഏതാണ് വോയേജ് അക്കൗണ്ടിൽ പാർട്ടാകാത്തത്? യെസ്, രണ്ടാമത്തെയാ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ. മറ്റതെല്ലാം നമ്മുടെ പെർട്ടിക്കുലർ വോയേജുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് അതെല്ലാം വോയേജ് അക്കൗണ്ടിൽ തന്നെ വരും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് എ ഫിനാൻഷ്യൽ കോസ്റ്റ്. അത് ഫിനാൻഷ്യൽ കോസ്റ്റാ, അത് ഡയറക്റ്റ് വോയേജ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ ആണ്. വോയേജ് അക്കൗണ്ട് only include direct revenue and expenses related to voyage. വോയേജുമായി ഡയറക്ട്ലി ബന്ധമുള്ള റവന്യൂ എക്സ്പെൻസുകൾ മാത്രമേ വോയേജ് അക്കൗണ്ട് എടുക്കൂ. ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോണ് നമ്മൾ വോയേജ് അക്കൗണ്ടിൽ എടുക്കത്തില്ല. അടുത്തത്, ഹൗ ഇസ് എ ലോസ് ഓൺ വോയേജ് അക്കൗണ്ടഡ് ഫോർ? ഒരു വോയേജിന്റെ റിസൾട്ട് നഷ്ടമാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട് ആണോ, ഷോൺ അണ്ടർ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളതാണോ, അഡ്ജസ്റ്റഡ് ഇൻ ദ നെക്സ്റ്റ് വോയേജ് അക്കൗണ്ട് എന്നുള്ളതാണോ, ഡെഫേർഡ് ഫോർ ഫ്യൂച്ചർ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണോ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു വോയേജിൽ നിന്ന് നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യും? Transfer to profit and loss account. Yes, transfer to P&L account. Losses from a voyage are recorded in the P&L account just like any other business loss. ഏതൊരു ബിസിനസ് ലോസ് വന്നാലും P&L അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വോയേജിൽ നിന്ന് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് ചെയ്യണം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോയേജിൽ നിന്ന്.
ആ വോയേജിന്റെ മാത്രമായി കണ്ടെത്താനാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്നിൽ കൂടുതലോ വോയേജസ് ഉണ്ടായിരിക്കും. ഓരോ വോയേജിനും പെർട്ടിക്കുലർ ആയിട്ട് ഒരു സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ട് ഉണ്ടാവും, ഒരു കോമൺ P&L അക്കൗണ്ടും ഉണ്ടാവും. ക്ലിയർ ആണോ? ഒരു വോയേജിൽ നിന്ന് ലോസ് ആണെങ്കിൽ ആ ലോസ് P&Lലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ടാണ് ആ ഒരു കമ്പനിയുടെ ഫുൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്തുന്നത്. ഒരു കമ്പനിക്ക് ഒരു വോയേജ് മാത്രമായിരിക്കും ഇതിൽ അറ്റ് എ ടൈം ഉണ്ടാവുക, ഒന്നിൽ കൂടുതൽ വോയേജ് ഉണ്ടാവും. ഓരോ വോയേജിനെയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്താനാണ് ഓരോ വോയേജിനും സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻകവും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് P&L അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുവഴി ആ ഒരു കമ്പനിയുടെ ഫുൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്താനായിട്ട് സാധിക്കും. വോയേജുകളുടെ സെപ്പറേറ്റ് ആയി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വോയേജ് അക്കൗണ്ട്. ഓക്കെ, 11ാമത്തത്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് എ വോയേജ് അക്കൗണ്ട്? വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താ? ഡിറ്റർമൈൻ ഓവറോൾ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി ആണോ, കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് വോയേജ് ആണോ, ഇവാലുവേറ്റ് ഷിപ്പ് ഡിപ്രീസിയേഷൻ ആണോ, അലോക്കേറ്റ് ക്രൂ സാലറി ആണോ? ഏതാണ്? ബി ആണ് കറക്റ്റ്. കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് വോയേജ്. ഓരോ വോയേജിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടെത്താൻ. അപ്പൊ ഓരോ വോയേജിനും സെപ്പറേറ്റ് ആയിട്ട് വോയേജ് അക്കൗണ്ട് കാണും. P&L അക്കൗണ്ടിലൂടെയാണ് ആ ഒരു ഫുൾ പ്രോഫിറ്റബിലിറ്റി കണ്ടെത്താൻ നോക്കുന്നത്. വോയേജ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ വോയേജ് റാദർ ദാൻ ദ ഓവറോൾ ബിസിനസ്. 12ാമത്തത്, വാട്ട് ഈസ് ദ കറക്റ്റ് ഫോർമുല ഫോർ വോയേജ് പ്രോഫിറ്റ്? വോയേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള കറക്റ്റ് ഫോർമുല എന്താണ്? വോയേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള കറക്റ്റ് ഫോർമുല എന്താണ്? സിമ്പിൾ ആണ്. വോയേജ് അക്കൗണ്ടിൽ ഏതുതരം കോസ്റ്റുകളാണ് വരുന്നത് ഓർത്താൽ മതി. യെസ്, എ ആണ്. റവന്യൂ മൈനസ് ഡയറക്റ്റ് കോസ്റ്റ്. വോയേജ് അക്കൗണ്ടിൽ വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ വോയേജുമായി ബന്ധപ്പെട്ട റവന്യൂവിൽ നിന്ന് വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. വോയേജ് പ്രോഫിറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ടോട്ടൽ വോയേജ് റവന്യൂ. വോയേജിൽ നിന്ന് മാത്രം ലഭിച്ച റവന്യൂ മൈനസ് വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് കോസ്റ്റുകൾ. ഇൻഡയറക്റ്റ് ബിസിനസ് കോസ്റ്റ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ ആണോ? സോ റവന്യൂ മൈനസ് ഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പൊ മറ്റേ പോർട്ടിന്റെ അതൊക്കെ ഇൻഡയറക്റ്റ് വരുമോ? അല്ല, പോർട്ടിന്റെ എന്ന് പറയുന്നത് ആ ഒരു വോയേജുമായി ബന്ധപ്പെട്ട പോർട്ട് എക്സ്പെൻസ് ആണെങ്കിൽ അത് വോയേജ് അക്കൗണ്ടിൽ കയറും. വോയേജുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. അല്ല, ഒരു ബിസിനസ് ഇങ്ങനെ എന്തോ ഒരു ആളുണ്ട്, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റ് പോലെ, ഒരു ബ്രോക്കറേജ് കോസ്റ്റ് പോലെ. അല്ല, ആ ബ്രോക്കറേജ് കോസ്റ്റ് ആ പെർട്ടിക്കുലർ വോയേജുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റാ. ആ വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? ആ ഒരു ക്വസ്റ്റ്യനിലും അത് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെ എടുത്തത്. അതിനകത്ത് അപ്പൊ വരാതിരുന്നത് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് വരില്ല എന്ന് പറഞ്ഞത്, വോയേജ് അക്കൗണ്ടിൽ വരത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? അഡ്രസ് കമ്മീഷൻ വരുമെന്ന് തന്നെയാ പറഞ്ഞത്. അഡ്രസ് കമ്മീഷൻ ആണ് ആ ഒരു എന്തെന്ന് പറയുന്നത്, കമ്മീഷൻ. ഓക്കെ. 13ാമത്തത്, വൈ ഈസ് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് സംടൈംസ് ഇൻക്ലൂഡഡ് ഇൻ വോയേജ് അക്കൗണ്ട്? ചില സിറ്റുവേഷൻസിൽ ഷിപ്പിന്റെ ഡിപ്രീസിയേഷൻ വോയേജ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷൻസിൽ. അതിന്റെ റീസൺ എന്താ? ടു അക്കൗണ്ട് ഫോർ വെയർ ആൻഡ് ടയർ ഡ്യൂ ടു ദ വോയേജ്. ആ പെർട്ടിക്കുലർ വോയേജ് കാരണം ഉണ്ടായ വെയർ ആൻഡ് ടയർ കാണിക്കാൻ വേണ്ടിയാണോ? കംപ്ലൈ വിത്ത് ഗവൺമെന്റ് റെഗുലേഷൻസ് പാലിക്കാൻ വേണ്ടിയാണോ? ടാക്സ് ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അക്കൗണ്ട് ഫോർ ഫ്ലക്ച്വേഷൻ ഇൻ ഷിപ്പ് വാല്യൂ. ഷിപ്പ് വാല്യൂലെ ഫ്ലക്ച്വേഷൻ അക്കൗണ്ട് ചെയ്യാനാണോ? അതായത് ഷിപ്പ് വാല്യൂനുണ്ടായ ഇടിവ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഏതാണ് കറക്റ്റ് റീസൺ? എ ആണോ സർ? എ, ടു അക്കൗണ്ട് ഫോർ വെയർ ആൻഡ് ടിയർ ഡ്യൂ ടു ദ വോയേജ്. ആ പെർട്ടിക്കുലർ വോയേജ് കാരണം വെയർ ആൻഡ് ടിയർ ഉണ്ടായി കഴിഞ്ഞാൽ വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. സോ സിൻസ് വോയേജ് കോൺട്രിബ്യൂട്ട് ടു ഷിപ്പ് ഡിപ്രീസിയേഷൻ, a portion of it sometimes allocated to the voyage account. അപ്പൊ ആ പെർട്ടിക്കുലർ വോയേജ് കാരണമാണ് ആ ഡിപ്രീസിയേഷൻ ഉണ്ടായത്, വെയർ ആൻഡ് ടയർ ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കാം? വോയേജ് അക്കൗണ്ടിൽ കാണിക്കാം, ഡയറക്ട്ലി റിലേറ്റഡ് ടു വോയേജ് ആയത് കാരണം. 14ാമത്തത്, what is the primary reason for maintaining separate voyage account for each journey? ഓരോ ജേർണിക്കും സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിന്? ടു കംപ്ലൈ വിത്ത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റെഗുലേഷൻ, ടു ട്രാക്ക് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ഫോർ ഇൻഡിവിജ്വൽ വോയേജസ്, ടു അവോയ്ഡ് ടാക്സ് ലയബിലിറ്റി, ടു ഫെസിലിറ്റേറ്റ് ഇൻഷുറൻസ് ക്ലെയിം. ബി ആണ്, ടു ട്രാക്ക് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ഫോർ ഇൻഡിവിജ്വൽ വോയേജ്. ഓരോ വോയേജിനെ സെപ്പറേറ്റ് ആയി നമുക്ക് എക്സ്പെൻസ് അറിയണം, അതുപോലെ റവന്യൂ എത്ര കിട്ടിയെന്ന് അറിയണം.
നമ്മൾ മെയിൻലി ബിസിനസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. 15ാമത്തത്, വാട്ട് ഹാപ്പൻസ് ഇഫ് ആൻ ഇൻകംപ്ലീറ്റ് വോയേജ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കന്റ് ലോസ്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വോയേജ് ആണ്, അത് പക്ഷെ ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിന് കാരണമായി. ലോസ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പീരീഡ്. ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു, അതാണോ? ലോസ് ഈസ് ഇഗ്നോർഡ് അണ്ടിൽ വോയേജ് കംപ്ലീഷൻ. വോയേജ് കംപ്ലീറ്റ് ആകുന്നത് വരെ ലോസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നു. അല്ല, ഇനി ലോസ് ഇസ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി. ലോസ് വന്നപ്പോൾ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു, P&L കൊണ്ടുപോയി റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഏറ്റവും അവസാനം ലോസ് ഈസ് റെക്കഗ്നൈസ് പ്രപ്പോർഷനേറ്റ്ലി. ലോസും നമ്മൾ പ്രപ്പോർഷനേറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യും. ഇതിലേതാണ് നമ്മുടെ യെസ്, ലോസ് ഈസ് റെക്കഗ്നൈസ്ഡ് പ്രപ്പോർഷനേറ്റ്ലി. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട റവന്യൂ ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് പ്രപ്പോർഷനേറ്റ്ലി ആയിരിക്കും. അപ്പൊ ലോസ് വന്നാലും പ്രപ്പോർഷനേറ്റ്ലി ആയിരിക്കും നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് വോയേജസ് ആർ അക്കൗണ്ടഡ് ഫോർ ബേസ്ഡ് ഓൺ ദ പ്രപ്പോർഷൻ ഓഫ് ദ വോയേജ് കംപ്ലീറ്റഡ്. എത്ര വോയേജ് കംപ്ലീറ്റ് ചെയ്തു അതിന്റെ പ്രപ്പോർഷനിൽ ലോസിനെ നമ്മൾ ഓരോ വർഷവും കാണിക്കും. ആ രീതിയിലാണ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ബേസിക്കലി ആ ഒരു വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ചെറിയ ഒരു പോർഷനുമായിരുന്നു അത്. അടുത്തതാണ് നമ്മുടെ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറയുന്നത്. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ? ഒരു സെൽഫ് ബാലൻസിങ് ലെഡ്ജറിന്റെ ഒന്നാമത്തെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? എലിമിനേറ്റ് ഇറേഴ്സ് ഇൻ ബുക്ക് കീപ്പിംഗ്, പ്രിവെന്റ് fraud in accounts, to divide accounting records into different ledgers for easier management, D, to reduce the number of journal entries. എന്തിനാ നമ്മൾ C ആണ്, ഡിവൈഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഇൻ ടു ഡിഫറെന്റ് ലെഡ്ജർ ഫോർ ഈസി മാനേജ്മെന്റ്. നമ്മൾ ജേർണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ മാനേജ്മെന്റ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെഡ്ജറിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. So self-balancing ledger divide accounting records into sales in a separate sales ledger, purchase in a purchase ledger, in a general ledger, making it easier to maintain and locate discrepancies. അപ്പൊ നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ വരുന്ന സമയത്ത് പോലും ഒരു പെർട്ടിക്കുലർ സെയിൽസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ മാത്രം നോക്കിയാൽ മതി. ആ ഒരു രീതിയിൽ എന്താ പറയുന്നത്, ഇറർ ഡിറ്റക്ഷനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാവും. സോ മാനേജ്മെന്റ് കുറച്ചുകൂടെ എളുപ്പമാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിൽ സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് ഉണ്ടാക്കുന്നത്. ഓരോ ലെഡ്ജറും സെൽഫായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. യെസ്. രണ്ടാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്? ക്രെഡിറ്റും ഡെബിറ്റും ഉള്ള എൻട്രി ആണോ ഉദ്ദേശിക്കുന്നത് സെൽഫ് ബാലൻസ്? സെൽഫ് ബാലൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലെഡ്ജർ, ഇപ്പൊ സെയിൽസ് ലെഡ്ജർ ആണെങ്കിൽ പർച്ചേസ് ലെഡ്ജർ ആണെങ്കിൽ ആ ലെഡ്ജർ എന്ത് ചെയ്യുന്നു, അതിൽ തന്നെ ബാലൻസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അതിൽ തന്നെ അത് ബാലൻസ് ചെയ്യുന്നു. ആ ഒരു ലെഡ്ജർ മാത്രം എടുത്താൽ മതി, അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അതിനകത്ത് തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതുമായി ബന്ധപ്പെടുന്ന കറസ്പോണ്ടിങ് ഡെബിറ്റും ക്രെഡിറ്റും ഉള്ള ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സ് അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവും. ജനറൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ടും അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ വേറെ ഒരിടത്തും നോക്കണ്ട, അതിന്റെ ഫുൾ കാര്യങ്ങൾ അതിനകത്ത് തന്നെ നോക്കിയാൽ മതി. ക്ലിയർ ആണോ? സെൽഫായിട്ട് അത് ബാലൻസ് ചെയ്യുന്നു ഓരോ ലെഡ്ജറും. അപ്പൊ സെപ്പറേറ്റ് ട്രയൽ ബാലൻസ്, കൺസോളിഡേറ്റഡ് ട്രയൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ലെഡ്ജറും നമ്മൾ അവസാനം ട്രയൽ ബാലൻസ് പോലെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതിന്റെ മാച്ച് ആകുന്നെങ്കിൽ അവിടെ ഇറർ ഇല്ല എന്ന് ഉറപ്പുവരുത്തി മാറ്റിവെക്കാം. അടുത്തത് വരുമ്പോൾ ആ രീതിയിൽ കുറെ ട്രാൻസാക്ഷൻസ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏറ്റവും അവസാനം കൺസോളിഡേറ്റഡ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ച് ചെയ്യുന്നത്. ഓരോ ലെഡ്ജറും അതിൽ തന്നെ ബാലൻസ് ചെയ്യപ്പെടുന്നു. ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെയാണ് ഇറർ. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. അതാണ് അതിനകത്ത് ഇറർ ഡിറ്റക്ഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ? താഴെ പറയുന്നതിൽ ഏതാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജറിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? A system where different ledgers independently balance within themselves. അതാണോ? A method of preventing accounting fraud ആണോ? A system used only in partnership accounting ആണോ? A technique used for tax adjustment? A ആണ്. A system where different ledgers independently balance within themselves. In self-balancing ledger, each sale, purchase and general
ഈസ് ഇൻഡിപെൻഡന്റ്ലി ബാലൻസ് യൂസിങ് കൺട്രോൾ അക്കൗണ്ട്സ്. കൺട്രോൾ അക്കൗണ്ട്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ സെയിൽസ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റോ ക്രെഡിറ്റോ ഒക്കെ വരുന്നത് നമ്മൾ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇവിടെ ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡെബിറ്റ് അതിന്റെ കൺട്രോൾ അക്കൗണ്ടിൽ പോകും. ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് കൺട്രോൾ അക്കൗണ്ടിൽ പോകും എന്ന രീതിയിലാണ്. അപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും അവിടെ തന്നെ വരും. കൺട്രോൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് ബാലൻസ് ചെയ്യും. ഓക്കെ ആണോ? സോ അതാണ് സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് വിച്ച് ലെഡ്ജർ ഇസ് മെയിൻറ്റെയിൻ അണ്ടർ ദ സെൽഫ് ബാലൻസിങ് സിസ്റ്റം. താഴെ പറയുന്നവർ ഏത് ലെഡ്ജേഴ്സ് ആണ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ജനറൽ ലെഡ്ജർ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ എന്ന് അവർ പറയുന്നു. പിന്നെ പറഞ്ഞു സെയിൽസ് ലെഡ്ജർ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. പിന്നെ പറയുന്നു ജനറൽ, സെയിൽസ്, പർച്ചേസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യും. ഏറ്റവും അവസാനം പറയുന്നത് ഓൺലി പർച്ചേസ് ലെഡ്ജർ. ഏതാണ് കറക്റ്റ്? യെസ്, ജനറൽ, കോമൺ ആയിട്ട് പറയുകയാണ് ജനറൽ, സെയിൽ ആൻഡ് പർച്ചേസ് ലെഡ്ജേഴ്സ് ആണ് സാധാരണയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ ലെഡ്ജേഴ്സ് ആണ് ഉള്ളത്. ജനറൽ ലെഡ്ജർ ഉണ്ട്, സെയിലിനെ സെപ്പറേറ്റ് കാണിക്കുക സെയിൽ ലെഡ്ജർ, പിന്നെ പർച്ചേസ് ലെഡ്ജർ. ഏതൊരു ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സെയിലും പർച്ചേസസും ഒക്കെയാണ്, അത് സെപ്പറേറ്റ് കാണിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ജനറൽ ലെഡ്ജറിൽ കാണിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോൾ അക്കൗണ്ട്? കൺട്രോൾ അക്കൗണ്ടുകളുടെ ഫംഗ്ഷൻ എന്താ? ടു റെക്കോർഡ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്യാനാണോ? ടു സമ്മറൈസ് ലെഡ്ജർ ട്രാൻസാക്ഷൻ ആൻഡ് എൻഷുർ ബാലൻസ്. ലെഡ്ജർ ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്ത് ബാലൻസ് എൻഷുർ ചെയ്യാനാണോ? മെയിൻറ്റെയിൻ ക്യാഷ് ഫ്ലോ റെക്കോർഡ്സ് ആണോ? ടു റീപ്ലേസ് സബ്സിഡിയറി ലെഡ്ജേഴ്സ് ആണോ? സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ടു സമ്മറൈസ് ലെഡ്ജർ ട്രാൻസാക്ഷൻ ആൻഡ് എൻഷുർ ബാലൻസ്. അപ്പൊ നമ്മൾ സെൽഫ് ബാലൻസിങ് ആണ്. ഒരു പെർട്ടിക്കുലർ ലെഡ്ജർ അതിൽ തന്നെ ബാലൻസ് ചെയ്യണം. അതിന്റെ ഡെബിറ്റിന് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അവിടെ തന്നെ വരണം. അതിന്റെ ക്രെഡിറ്റിന് കറസ്പോണ്ടിങ് ഡെബിറ്റ് അവിടെ തന്നെ വരണം. അപ്പൊ അത് എഴുതാൻ വേറെ അക്കൗണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. സോ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ലെഡ്ജറിനെ അവസാനം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് സമ്മറൈസ് ചെയ്യാനും സഹായിക്കും. ഓരോ സെൽഫ് ബാലൻസിങ് ലെഡ്ജറിന്റെ അവസാനവും ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യപ്പെടും. അപ്പൊ സമ്മറൈസിങ് അതുപോലെ തന്നെ എൻഷുറിംഗ് ബാലൻസ്, ഇത് രണ്ടും സാധ്യമാകുന്നത് കൺട്രോൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. സോ എ കൺട്രോൾ അക്കൗണ്ട് സമ്മറൈസസ് ആൻഡ് ബാലൻസസ് ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ സബ്സിഡിയറി ലെഡ്ജേഴ്സ്. അഞ്ചാമത്തത്, വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് എ കൺട്രോൾ അക്കൗണ്ട്? കൺട്രോൾ അക്കൗണ്ട് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണോ, റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, ഇംപേഴ്സണൽ അക്കൗണ്ട് ആണോ? ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്? ഏതാ? നോമിനൽ എന്ന് പറയുമ്പോൾ എക്സ്പെൻസും ഇൻകവും ബന്ധപ്പെട്ടത്. ഇത് ഇംപേഴ്സണൽ. കൺട്രോൾ അക്കൗണ്ട് ഡു നോട്ട് ബിലോങ് ടു എ സ്പെസിഫിക് പേഴ്സൺ ഓർ എൻറ്റിറ്റി. ദേ ആക്ട് ആസ് സമ്മറീസ് ഓഫ് സബ്സിഡിയറി ലെഡ്ജർ മേക്കിംഗ് ദം ഇംപേഴ്സണൽ അക്കൗണ്ട്. ഇതൊരു ഇംപേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ടാ. ഇത് റിയൽ അക്കൗണ്ട് അല്ല. നെറ്റ് സീറോ ആവോ? അങ്ങനെയാണോ? എന്തോ നെറ്റ് സീറോ ആവോ അതില്? അങ്ങനെയല്ല. ഇതിന്റെ ഫോർ എക്സാമ്പിൾ സെയിൽസ് അക്കൗണ്ട് ആണെങ്കിൽ അവിടെ ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് പോകുന്നത് വേറെ ലെഡ്ജർ അക്കൗണ്ടിലായിരിക്കും. നമ്മൾ സാധാരണ ലെഡ്ജർ എടുത്ത് നോക്കി സെയിൽസ് അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ട് ഒരൊറ്റ ലെഡ്ജർ ബുക്ക് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, ഒരൊറ്റ ബുക്കേ ഉള്ളൂ ലെഡ്ജർ എന്ന് പറയുന്ന ഒറ്റ ബുക്ക്. അതിനകത്ത് കുറെ അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ, മനസ്സിലായോ? അങ്ങനല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിലാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. രണ്ട് സിസ്റ്റം. നമ്മൾ ഒരൊറ്റ ബുക്കേ എടുക്കുന്നുള്ളൂ, ലെഡ്ജർ എന്ന് പറയുന്ന ഒരൊറ്റ ബുക്ക്. അപ്പൊ അതിനകത്ത് കുറെ അക്കൗണ്ട്സ് കാണും, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, അപ്പം സെയിൽസ് ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് പോകുന്ന വേറൊരു അക്കൗണ്ടിലായിരിക്കും അല്ലെ? അതാണ് ആ സിസ്റ്റം. ഈ സിസ്റ്റത്തിനകത്ത് ഒരൊറ്റ ലെഡ്ജർ എന്ന ബുക്കല്ല, ഈ ലെഡ്ജറിനെ പല ബുക്കുകളായി തിരിച്ചേക്കുക. സെയിൽസിന് എഴുതാൻ വേണ്ടി സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞൊരു ബുക്ക് എടുത്തേക്കുക. അതിനകത്ത് അക്കൗണ്ട്സ് കാണും, അതിനകത്ത് സെയിലുമായി ബന്ധപ്പെട്ടത് മാത്രമേ കാണുള്ളൂ. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് പോകുന്നത് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലായിരിക്കും. ആ അക്കൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ അക്കൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രോൾ അക്കൗണ്ട് ഈ സെയിൽസ് ലെഡ്ജറിൽ തന്നെ നമ്മൾ ഉണ്ടാക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്യാഷിന്റെ സെയിൽ നടന്നെങ്കിൽ അത് പിന്നീട് പോകുന്നത് ക്യാഷ് അക്കൗണ്ടിലേക്കല്ലേ പോകേണ്ടത്? സെയിലിൽ ഒരു പെർട്ടിക്കുലർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് വന്നിട്ട് പിന്നെ ബാക്കി പോകുന്ന എവിടെ? ക്യാഷ് അക്കൗണ്ടിലേക്കല്ലേ? അത് ജനറൽ ലെഡ്ജറിലല്ലേ ക്യാഷ് അക്കൗണ്ട് ഇരിക്കുന്നത്? ആണോ? അപ്പൊ ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ സെയിൽസ് ലെഡ്ജറിൽ നമ്മൾ ജനറൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കും. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ കറസ്പോണ്ടിങ് ഡെബിറ്റ് കൊടുക്കും. അവസാനം അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു അക്കൗണ്ടിനെയും ലെഡ്ജറിനെയും സമീപിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ സെയിൽസ് ലെഡ്ജർ ബുക്ക് ഇൻ ഇറ്റ് സെൽഫ് ബാലൻസിങ് ആണ്.
സെയിൽസുമായി ബന്ധപ്പെട്ടതല്ല പെർട്ടിക്കുലർ അക്കൗണ്ടിലുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് പോകേണ്ടതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രോൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഏറ്റവും അവസാനം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റംസ് എല്ലാം കിട്ടും. വേറെ ഒരു അക്കൗണ്ടിനെയോ വേറെ ഒരു ലെഡ്ജറിനെയോ നമ്മൾ സമീപിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരു ബുക്കിനെയും സമീപിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതാ കഴിഞ്ഞ ഇതിനകത്ത് പറയുന്നത് സമ്മറൈസ് ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആൻഡ് എൻഷുർ ബാലൻസ് എന്ന്. ഈ കൺട്രോൾ അക്കൗണ്ട്സ് ഇതെന്താ ഒരു ഇംപേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ടാണ്. കാരണം ഇറ്റ് ഡു നോട്ട് ബിലോങ് ടു എ സ്പെസിഫിക് പേഴ്സൺ ഓർ എൻറ്റിറ്റി. ഇത് ഉപയോഗിക്കുന്നത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്സിഡിയറി ലെഡ്ജേഴ്സിന്. ക്ലിയർ ആണോ? അതുകൊണ്ട് ഇംപേഴ്സണൽ അക്കൗണ്ട് ആണ്. സർ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഇൻകം ബേസ്ഡ് അക്കൗണ്ട്. ഇപ്പൊ സാലറി പെയ്ഡ്, സാലറിയുടെ അക്കൗണ്ട്, അത് എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ട്. അപ്പൊ സാലറി ഇസ് എ നോമിനൽ അക്കൗണ്ട്. ഇനി ഇൻകം കമ്മീഷൻ റിസീവ്ഡ് ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ, അതൊരു നോമിനൽ ഇൻകം ബേസ്ഡ് ആണ്, നോമിനൽ അക്കൗണ്ട്. നോമിനൽ എന്ന് പറയുമ്പോൾ എക്സ്പെൻസും ഇൻകവും ബേസ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെയാണ് നോമിനൽ അക്കൗണ്ട്. ക്ലിയർ? റിയൽ എന്ന് പറയുന്ന മറ്റേ അസറ്റും റിയൽ എക്സിസ്റ്റൻസ് ഉള്ള, അത് തന്നെ റിയൽ എക്സിസ്റ്റൻസ് ഉള്ള ഏതൊരു അക്കൗണ്ട്. ഇത് ബ്രിട്ടീഷ് അപ്രോച്ചാണ്. ബ്രിട്ടീഷ് അപ്രോച്ചിലാണ് നോമിനല്, റിയല്, പേഴ്സണൽ, ഇംപേഴ്സണൽ എന്ന രീതി തിരിക്കുന്നത്. അല്ല അമേരിക്കൻ അപ്രോച്ചിലാണ് പ്രധാനമായി 5 അക്കൗണ്ട്: അസറ്റ് അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, ഇൻകം, ലൈബിലിറ്റി, ക്യാപിറ്റൽ. ക്ലിയർ ആണ്? രണ്ട് അപ്രോച്ചാണ്. ഇഷ്ടമുള്ള അപ്രോച്ച്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ അക്കൗണ്ട് റിസീവബിളും ഇങ്ങനെ വന്നൂടെ? ഈ പറഞ്ഞ നേരത്തെ ക്വസ്റ്റ്യനിൽ ഫിഫ്തില്, അതായത് എന്താ പറയുന്നത്, ലെഡ്ജർ അക്കൗണ്ട്സ് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യാവോന്നോ? സെയിൽസ് ലെഡ്ജർ പോലെ, പർച്ചേസ് ലെഡ്ജർ പോലെ അക്കൗണ്ട് റിസീവബിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാമോ? അതിലൊരു ഒരു കൺട്രോൾ അക്കൗണ്ട് ആവില്ലേ? ഏത് ബൈ ചെയ്താലും അല്ല ഏത് എന്നാലും ആ ഒരു സൈഡ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞ അക്കൗണ്ട് ആവില്ല. അപ്പൊ അതിൽ നോക്കിയാൽ അല്ല എല്ലാം അറിയാൻ പറ്റും. അല്ല അക്കൗണ്ട് പേയബിൾ ആണെങ്കിൽ അതിൽ നെറ്റ് എത്ര പേയബിൾ ആണെന്നുള്ളത് കാണണമെങ്കിൽ ആ പേയബിൾ അക്കൗണ്ട് മാത്രം നോക്കിയാൽ അല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ പേയബിൾ അക്കൗണ്ട് എവിടെ ഇരിക്കുന്നത്? ആ പേയബിൾ അക്കൗണ്ട് ഇരിക്കുന്നത് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിനകത്തായിരിക്കും ഇരിക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ അക്കൗണ്ട് സെയിൽസ് ലെഡ്ജറിൽ തന്നെ, സെയിലും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സെയിൽസ് ലെഡ്ജറിൽ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ഇടുന്നു. അപ്പൊ അവിടെ പോലുള്ള സംഭവം മനസ്സിലായി. ഇവിടെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ഒരു ബുക്കിനകത്ത് നോക്കിയാൽ മതി, ഡെബിറ്ററിന് അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എവിടെ പോയെന്ന് കാണാം. അപ്പൊ അത് റിയൽ ആയതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ അല്ല, അത് റിയൽ അല്ല, അത് റെപ്രസെന്റേറ്റീവ് മാത്രമാ. കൺട്രോൾ അക്കൗണ്ട് എന്നല്ലേ നമ്മൾ ഒരിക്കലും പറയുന്ന ബിൽഡ് റിസീവ് അല്ലെങ്കിൽ ആ ഒരു ജനറൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. ജനറൽ ലെഡ്ജറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തേക്കുക. ക്ലിയർ ആണോ? ആ ഒരു അതിനെ കൺട്രോൾ അഡ്ജസ്റ്റ്മെന്റ് ബേസിസ്, ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ബാലൻസിങ് ആക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ സെൻസിൽ എടുത്താൽ മതി. ഇതൊക്കെ വലിയ ഒരു ബുക്കാണെന്നുള്ള ഒരു സെൻസിൽ എടുക്കുക. വലിയൊരു ബുക്കാണ്, സെപ്പറേറ്റ് ബുക്സ്. അപ്പൊ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ടെങ്കിൽ അത്രയും കൺവീനിയന്റ്. അല്ലെങ്കിൽ നമ്മൾ നേരെ അവിടെ പോയി ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന വലിയ ബുക്ക് എടുത്ത് മറിച്ച് നോക്കി ഇതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റും ക്രെഡിറ്റും നോക്കി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രക്രിയ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം. ഇത് 1-2 ട്രാൻസാക്ഷൻ ഉള്ള സിസ്റ്റം അല്ല പറയുന്നത്, 10,000-കണക്കിന് ട്രാൻസാക്ഷൻസ് വരുന്ന വലിയ കമ്പനികളാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരൊറ്റ ലെഡ്ജർ ബുക്ക് ഉണ്ടാക്കിയാൽ മതി ഫോർ ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് ഇംപേഴ്സണൽ അക്കൗണ്ട് ആണ്. അടുത്തത് എന്താ? സെൽഫ് ബാലൻസിങ് ലെഡ്ജറിൽ. വൈ ആർ സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് യൂസ്ഡ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ? ലാർജ് ഓർഗനൈസേഷനിലാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ട്രാൻസാക്ഷൻ ആണോ? ടു സിംപ്ലിഫൈ ഇയർ ഡിറ്റക്ഷൻ ആൻഡ് ബുക്ക് കീപ്പിംഗ് ആണോ? ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണോ? ടു അവോയ്ഡ് ടാക്സ് ആണോ? ബി ആണ്. അതെ, ബി ആ. ടു സിംപ്ലിഫൈ ഇറർ ഡിറ്റക്ഷൻ. അപ്പൊ നമുക്ക് സെയിൽസ് ലെഡ്ജർ ഉണ്ട്, പർച്ചേസ് ലെഡ്ജർ ഉണ്ട്, ജനറൽ ലെഡ്ജർ ഉണ്ട് എന്ന് പറയുക. ഓക്കെ, അപ്പൊ സെയിൽസ് ലെഡ്ജറിന്റെ അവസാനം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പം ബാലൻസ് ആകുന്നില്ല. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായി സെയിൽസ് ലെഡ്ജർ ബുക്കിനകത്താണ് ഇറർ വന്നത്. അപ്പൊ ഇറർ റെക്ടിഫൈ ചെയ്യേണ്ട, ഇറർ കണ്ടുപിടിക്കേണ്ട പ്രോസസ് ഈ ഒരു ബുക്കിനെ ഫോക്കസ് ചെയ്തങ്ങ് നമുക്ക് നടത്താം. അപ്പം കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയി ആ ഒരു ഇറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതുപോലെ ബുക്ക് കീപ്പിംഗും കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയി. ക്ലിയർ? പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം, സെപ്പറേറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ ആണോ? യെസ്. സോ ലാർജ് ഓർഗനൈസേഷൻ ഡീൽ വിത്ത് ന്യൂമറസ് ട്രാൻസാക്ഷൻ. അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ സെൽഫ് ബാലൻസിംഗ് ലെഡ്ജർ ഹെൽപ്പ് ഇൻ ബെറ്റർ ഓർഗനൈസേഷൻ ആൻഡ് ക്വിക്കർ ഇറർ ഡിറ്റക്ഷൻ. ഏഴാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് സെൽഫ് ബാലൻസിംഗ് ലെഡ്ജർ? ഫാസ്റ്റർ ഡിറ്റക്ഷൻ ഓഫ് ഇറർ, decentralization of accounting work, complete elimination of fraud, reduction in the risk of error spreading.
സി ആണ്. അവിടെ എന്ത് പറയുന്നുണ്ട്? കംപ്ലീറ്റ് എലിമിനേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരിക്കലും ആർക്കും ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് ഫ്രോഡോ ഇറേഴ്സോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും, ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് എന്ന വേർഡ് വന്നുകൊണ്ടാണ് നമ്മൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്തത്. സെൽഫ് ബാലൻസിംഗ് ലെഡ്ജർ ഹെൽപ്പ് ഇൻ ഇറർ ഡിറ്റക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. They do not completely eliminate fraud, they only reduces its chance. ഫ്രോഡ് ഉണ്ടാകാനുള്ള ചാൻസ് കുറയ്ക്കും. കാരണം സെപ്പറേറ്റ് ആയിട്ട് ആ ലെഡ്ജർ, ഓരോ ലെഡ്ജറും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ഇറർ ഉണ്ടാകാനുള്ള, ഫ്രോഡ് ഉണ്ടാകാനുള്ള ചാൻസസ് കുറയ്ക്കും, കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യത്തില്ല. എട്ടാമത്തത്, ഇൻ സെൽഫ് ബാലൻസിംഗ് ലെഡ്ജർ which account in the general ledger corresponds to the sales ledger. സെൽഫ് ബാലൻസിംഗ് ലെഡ്ജറിൽ ഏത് അക്കൗണ്ട് ആണ് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്. ആ ലെഡ്ജറിൽ ഒരു പെർട്ടിക്കുലർ ഡെബിറ്റോ ക്രെഡിറ്റോ വന്നു, അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റോ ക്രെഡിറ്റോ പോകേണ്ടത് സെയിൽസ് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ സെയിൽസ് ലെഡ്ജറിലാണ്. അപ്പൊ സെയിൽസ് ലെഡ്ജറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് എവിടെ വരണം? ജനറൽ ലെഡ്ജറിൽ വരണം. ഓക്കെ ആണോ? ഇവിടുത്തെ ഒരു ഡെബിറ്റിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഇവിടെ പോകേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് ജനറൽ ലെഡ്ജറിൽ വരണം. ക്ലിയർ? അതുപോലെ സെയിൽസ് ലെഡ്ജറിലും ഈ ജനറൽ ലെഡ്ജറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് വരും ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ദ ഡെബിറ്റ്. ക്ലിയർ ആണോ? സോ ഈ പെർട്ടിക്കുലർ അക്കൗണ്ടിനെ ജനറൽ ലെഡ്ജറിലാണ് ഈ അക്കൗണ്ട് എങ്കിൽ അതിനെ എന്ത് വിളിക്കും? സെയിൽസ് കൺട്രോൾ അക്കൗണ്ട് ആണോ, പർച്ചേസ് കൺട്രോൾ അക്കൗണ്ട് ആണോ, സസ്പെൻസ് അക്കൗണ്ട് ആണോ, ക്യാഷ് അക്കൗണ്ട് ആണോ? എ ആണ് ആൻസർ. ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൽ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമുക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൽ ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഏതോ ഒരു അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ആവുന്നത്, അതിന്റെ കറസ്പോണ്ടിങ്, ഞാൻ എക്സാമ്പിൾ മാത്രമാണ്, അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വരേണ്ടത് സെയിൽസ് അക്കൗണ്ടിലാണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഈ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എഴുതി. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ലെഡ്ജറിൽ തന്നെ ഡെബിറ്റ് ജനറൽ ലെഡ്ജറിന്റെ കീഴിൽ വരുന്ന അക്കൗണ്ടിലും വന്നു, സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് അതിന്റെ ക്രെഡിറ്റും വന്നു, ഡെബിറ്റും ക്രെഡിറ്റും ഒരു അക്കൗണ്ടിൽ തന്നെ വന്നു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ആ പെർട്ടിക്കുലർ എൻട്രി, ക്രെഡിറ്റ് സൈഡിൽ ആ പെർട്ടിക്കുലർ എൻട്രി, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈക്വൽ ആയി സെൽഫ് ബാലൻസ് ചെയ്തു. ഇതാ പ്രോസസ്. ഇനി സെയിൽസ് അക്കൗണ്ട് എടുക്കുമ്പോൾ ജനറൽ ലെഡ്ജറിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനറൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് അതിനകത്ത് വരും. അപ്പൊ ഇപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ ആ പെർട്ടിക്കുലർ എൻട്രി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ജനറൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ കൊണ്ട് എഴുതും. അവിടെയും ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ഡെബിറ്റും വന്നു ക്രെഡിറ്റും വന്നു, രണ്ട് സൈഡും ഈക്വൽ ആയി സെയിൽസ് ലെഡ്ജറും സെൽഫ് ബാലൻസ് ചെയ്തു. ക്ലിയർ? രണ്ട് ബുക്കുകളും സെൽഫ് ബാലൻസ് ചെയ്തു കൺട്രോൾ അക്കൗണ്ടിന്റെ സഹായത്തോടെ. പിടികിട്ടിയോ? ഇതാണ് സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സസ്പെൻസ് എന്ന് പറയുന്നത് ഇറർ ഡിറ്റക്ഷൻ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സസ്പെൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാന് അതിന്റെ പേരെന്തുവാ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. രണ്ട് തരത്തിലുള്ള ഇറേഴ്സ് ഉണ്ട്. ഇറേഴ്സ് വിച്ച് അഫക്ട് ദ ട്രയൽ ബാലൻസും ഇറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്ട് ദ ട്രയൽ ബാലൻസും. ഇറേഴ്സ് വിച്ച് അഫക്ട് ദ ട്രയൽ ബാലൻസ് വരുമ്പോഴാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ട്രയൽ ബാലൻസിലൂടെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇറർ ഉണ്ടോ ഇല്ലയോ എന്ന്? ഡെബിറ്റ് ക്രെഡിറ്റിന് ഈക്വൽ ആയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇറർ ഉണ്ടാകുന്നത്. അപ്പം ആ പെർട്ടിക്കുലർ ഇറർ ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഇറർ ആണ്. അതുകൊണ്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകാനത്. ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും, ഓക്കെ, ഡെബിറ്റ് സൈഡ് 1000 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്, ക്രെഡിറ്റ് സൈഡ് നമുക്ക് 3000 കിട്ടി. ഓക്കെ ആണോ? അപ്പം ഡെബിറ്റ് സൈഡിൽ ഒരു 2000ന്റെ കുറവുണ്ടെന്ന് മനസ്സിലായി അല്ലെ? ശ്രദ്ധിക്കണേ, ഡെബിറ്റ് സൈഡിൽ 2000ന്റെ കുറവുണ്ട്, ട്രയൽ ബാലൻസ് ബാലൻസ് ആയില്ല. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് 2Kയുടെ കുറവ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ റീസൺ മനസ്സിലായോ? ഇല്ല. റീസൺ മനസ്സിലാകാത്തതുകൊണ്ട് ഫോർ നൗ നമ്മൾ അതിനെ സസ്പെൻസ് എന്നും പറഞ്ഞ് സസ്പെൻസ് അക്കൗണ്ടിനെ കൊണ്ട് അവിടെ അങ്ങ് ഫില്ല് ചെയ്യും. ക്ലിയർ? എന്നിട്ട് നമ്മൾ റീസൺ അന്വേഷിച്ച് പുറകോട്ട് പോകും. റീസൺ അന്വേഷിച്ച് പുറകോട്ട് പോയപ്പോഴാണ് നമ്മുടെ പർച്ചേസിന്റെ പെർട്ടിക്കുലർ ഒരു പർച്ചേസ് ബുക്കിൽ നമ്മൾ ഒരു 2000 കുറച്ചാ കാണിച്ചത്. ഓക്കെ, പർച്ചേസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് 2000 കുറച്ചാ കാണിച്ചത്. മനസ്സിലായോ? ഇപ്പൊ 2000 പർച്ചേസ് കുറച്ച് കാണിച്ചതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ള പർച്ചേസ് 2000 കുറഞ്ഞത്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് 2000 കുറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രി എഴുതും. പർച്ചേസ് അക്കൗണ്ടിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യും. 2000 ഡെബിറ്റ് കുറഞ്ഞു പോയതല്ലേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു സസ്പെൻസ് ഓൾറെഡി പിടിച്ച് ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ
അതങ്ങോട്ട് ക്യാൻസൽ ചെയ്യും ടു സസ്പെൻസ്. കിട്ടിയോ? അതാണ് അവിടുത്തെ റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എൻട്രി എഴുതാൻ ഈ സസ്പെൻസ് ഇവിടെ വരേണ്ടി വന്നത് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട്. ഓക്കെ ആണോ? അതാണ് ഈ സസ്പെൻസ് അക്കൗണ്ട്. ഒരു ടെമ്പററി അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ശേഷം അത് ബാലൻസ് ആവില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇറർ കണ്ടുപിടിച്ചില്ലേ? ഇറർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പർച്ചേസിൽ 2000 കുറച്ചുകൊണ്ട്. അപ്പൊ പർച്ചേസ് നമ്മൾ ഈ റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രി എഴുതി അതിനെ അതിനകത്തോട്ട് കൊണ്ടുവന്നു, പർച്ചേസിനെ കൊണ്ടുവന്നു. അപ്പൊ 2000 ഇവിടെ വന്നു. അപ്പൊ വീണ്ടും നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ രണ്ടും ബാലൻസ് ആയി. നമ്മുടെ ഇറർ നമ്മൾ റെക്ടിഫൈ ചെയ്തു. എന്നിട്ടേ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ ആണോ? സോ ഈ കേസിൽ ആൻസർ സെയിൽ കൺട്രോൾ അക്കൗണ്ടാ. അപ്പൊ നമ്മൾ ജനറൽ ലെഡ്ജറിൽ എന്ത് ചെയ്യും? സെയിൽ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ടു സമ്മറൈസ് ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ സെയിൽ ലെഡ്ജർ. പിടികിട്ടിയോ? അപ്പൊ ഈ കൺട്രോൾ അക്കൗണ്ട്, സെയിൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടാ? സെയിൽ ലെഡ്ജറിലെ ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്യാനാ. ഇതിന്റെ ക്രെഡിറ്റ് സെയിൽ ലെഡ്ജറിൽ പോകും. അതിനെ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഈ ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്യുക. ക്ലിയർ? ഇതുപോലെ 1, 2, 3, 10, 20, 100 ട്രാൻസാക്ഷൻ സെയിലിൽ പോകും, വിച്ച് ഈസ് റിലേറ്റഡ് ടു ജനറൽ ലെഡ്ജർ. അതിനെല്ലാം സമ്മറൈസ് ചെയ്തൊരു സമ്മറി അക്കൗണ്ട് ആയിട്ട് നമ്മൾ ഇവിടെ സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, വിച്ച് റെപ്രസെന്റ്സ് സെയിൽസ് ലെഡ്ജർ. ക്ലിയർ ആണോ? സെയിൽസ് ലെഡ്ജറിലെ സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ. 9ാമത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ലെഡ്ജർ. പർച്ചേസ് ലെഡ്ജറിൽ ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് ആണോ? ട്രാൻസാക്ഷൻ വിത്ത് സപ്ലയർ ആണോ? ഇന്റേണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണോ? ക്യാഷ് ട്രാൻസാക്ഷൻ ഉള്ളി ആണോ? ട്രാൻസാക്ഷൻ വിത്ത് സപ്ലയേഴ്സ്. സപ്ലയേഴ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ ദ പർച്ചേസ് ലെഡ്ജർ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ഡീലിംഗ്സ് വിത്ത് സപ്ലയർ. ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാ പർച്ചേസ് ലെഡ്ജറിൽ പോകുന്നത്. ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനറൽ ലെഡ്ജറിലെ ക്യാഷ് അക്കൗണ്ടിനകത്ത് നമ്മൾ എഴുതി കാണിക്കും. ക്ലിയർ ആണോ? So purchase ledger record transaction related to credit purchases and dealings with the suppliers. Okay. 10ാമത്തത്, which ledger contain the control accounts. ഏത് ലെഡ്ജറിലാണ് കൺട്രോൾ അക്കൗണ്ട്സ് ഏറ്റവും കൂടുതൽ കാണുന്നത്? സെയിൽസ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ, ജനറൽ ലെഡ്ജർ, ക്യാഷ് ബുക്ക്. ജനറൽ ലെഡ്ജറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കൺട്രോൾ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ഇൻ ദ ജനറൽ ലെഡ്ജർ സമ്മറൈസിംഗ് ട്രാൻസാക്ഷൻസ് ഫ്രം സബ്സിഡിയറി ലെഡ്ജേഴ്സ്. ക്ലിയർ ആണോ? സമ്മറൈസിംഗ് ട്രാൻസാക്ഷൻസ് ഫ്രം സബ്സിഡിയറി ലെഡ്ജർ. അപ്പൊ ജനറൽ ലെഡ്ജറിനകത്ത് സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, അങ്ങനെ എല്ലാ കൺട്രോൾ അക്കൗണ്ട്സും കാണും. ആ പെർട്ടിക്കുലർ അക്കൗണ്ട്സ് ജനറൽ ലെഡ്ജറിന്റെ കൺട്രോൾ അക്കൗണ്ടും കാണും. പക്ഷെ നമ്മൾ കോമൺലി പറയുമ്പോൾ പറയും ജനറൽ ലെഡ്ജറിലാണ് ബാക്കിയുള്ളതിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രോൾ അക്കൗണ്ട്സ് ഉള്ളത് പറയും. കാരണം ജനറൽ ലെഡ്ജറിൽ എല്ലാ അക്കൗണ്ട്സും വരും. ജനറൽ ലെഡ്ജറിൽ ബാക്കി സെയിലും പർച്ചേസും ഒഴികെയുള്ള എല്ലാ അക്കൗണ്ട്സും വരും. സെയിലിനെയും പർച്ചേസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രോൾ അക്കൗണ്ട്സും വരും. ക്ലിയർ? 11ാമത്തത്, why are trial balance prepared separately under the self balancing system? എന്തുകൊണ്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് സെയിൽസ് ലെഡ്ജറിന്റെ ട്രയൽ ബാലൻസ് ഉണ്ട്, പർച്ചേസ് ലെഡ്ജറിന് അതിന്റെ ട്രയൽ ബാലൻസ്, ജനറൽ ലെഡ്ജറിന് സെപ്പറേറ്റ് ട്രയൽ ബാലൻസ്? മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആണോ? ഇറർ ഏറ്റവും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനാണോ? ടു എൻഷുർ ഈച്ച് ലെഡ്ജർ ബാലൻസസ് ഇൻഡിപെൻഡന്റ്, ഓരോ ലെഡ്ജറും ഇൻഡിപെൻഡന്റ് ആയിട്ട് ബാലൻസ് ചെയ്യുന്ന ഉറപ്പുവരുത്താനാണോ? ടു അവോയ്ഡ് ടാക്സ് ഓഡിറ്റ് ആണോ? സി ആണ്, ടു എൻഷുർ ഈച്ച് ലെഡ്ജർ ബാലൻസ് സെപ്പറേറ്റ്ലി. അത് തന്നെ അതിന്റെ പേരിൽ തന്നെ പറയാം, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. സോ ഈച്ച് ലെഡ്ജർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ ട്രയൽ ബാലൻസ്, മേക്കിംഗ് റെക്കൺസിലിയേഷൻ ഈസിയർ. ഓക്കെ ആണോ? 12ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെഡ്ജർ ഡസ് നോട്ട് യൂസ് കൺട്രോൾ അക്കൗണ്ട്? ഏത് ലെഡ്ജർ ആണ് കൺട്രോൾ അക്കൗണ്ട് യൂസ് ചെയ്യാത്തത്? സെയിൽസ്, പർച്ചേസ്, ക്യാഷ്, ജനറൽ. Cash book. എക്സാക്ട്ലി. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ക്യാഷ് ബുക്ക് ജേർണലിന്റെ ഒരു സബ്സിഡിയറി അല്ലേ. ക്യാഷ് ബുക്ക് പഠിപ്പിച്ചവർ പറഞ്ഞായിരുന്നു ക്യാഷ് ബുക്ക് സെർവ് ദ പർപ്പസ് ഓഫ് ബോത്ത് ജേർണൽ ആൻഡ് ലെഡ്ജർ. ക്യാഷ് ബുക്ക് മാത്രമാണ് ഒരേ സമയം ജേർണലുമാണ് ലെഡ്ജറുമാണ്. അപ്പൊ ഈ ചോദ്യം ശരിയാണ്. ഏത് ലെഡ്ജർ ആണ് എന്നാ ചോദിക്കുന്നത്? ക്യാഷ് ബുക്ക് ഒരു ലെഡ്ജർ തന്നെയാണ്. ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ കൺട്രോൾ അക്കൗണ്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. ബാക്കി സെയിൽസിലും പർച്ചേസിലും ജനറലിലും നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. The cash book is a standalone record of cash and bank transaction and does not use control account. ഓക്കെ ആണോ? അത് ക്യാഷിന്റെ മാത്രം കാണിക്കുകയാണ്, അത് സെൽഫ് ബാലൻസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ അതെന്താണ്? ക്യാഷ് ബുക്ക് ആണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം,
കമ്പനിക്ക് പല ഓപ്ഷൻസ് ഉണ്ടാകും കേട്ടോ. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ, ഓക്കെ, ക്യാഷ് ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നിട്ട് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സും ആണെങ്കിൽ സെയിൽസ് ലെഡ്ജർ ബുക്ക് ഉണ്ട്, കുഴപ്പമില്ല. പർച്ചേസ് ലെഡ്ജർ ഉണ്ട്, കുഴപ്പമില്ല. ജനറൽ ലെഡ്ജർ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ജനറൽ ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കത്തില്ല. പിടികിട്ടിയോ? കാരണം ക്യാഷ് ബുക്ക് ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? നീ ക്യാഷ് ബുക്ക് ഇല്ല എങ്കിൽ ഇവിടെ ഒരു ക്യാഷ് അക്കൗണ്ടും കൂടെ ഉണ്ടാക്കാം. ഓക്കെ ആണോ? ക്യാഷ് ബുക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഓൺ ലെഡ്ജർ. ഇറ്റ് സെർവ് ദ പർപ്പസ് ഓഫ് ബോത്ത് ജനറൽ ആൻഡ് ലെഡ്ജർ. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? അതാണ് ആ ഒരു സിറ്റുവേഷൻ. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ഇനി നിർബന്ധമുണ്ടോ? അത് നിർബന്ധമില്ല, വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ. അതൊരു ലെഡ്ജർ തന്നെയാണ്. ക്യാഷ് ബുക്കിൽ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യത്തില്ല, കൺട്രോൾ അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യും. 13ാമത്തത്, വാട്ട് ഡസ് ദ സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് കണ്ടെയ്ൻ? സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ എന്താ ഉണ്ടാവുക? ടോട്ടൽ സെയിൽസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആണോ? ബാലൻസ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് ആണോ? ക്യാഷ് പേയ്മെന്റ്സ് ഉള്ളി ആണോ? ഒള്ളി ക്യാഷ് സെയിൽസ് ആണോ? എ അല്ല. കാരണം എ ഉണ്ടാവുന്നത് സെയിൽസ് ലെഡ്ജറിലാണ്. സെയിൽസ് ലെഡ്ജറിലാണ്, അതിനകത്ത് സെയിൽസ് അക്കൗണ്ടിലാണ് ടോട്ടൽ സെയിൽസ് ഫുൾ ഉണ്ടാവുക. ഇതിന്റെ കൺട്രോൾ അക്കൗണ്ട്, കൺട്രോൾ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിലാണ് ഈ സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ജനറൽ ലെഡ്ജറിൽ സെയിൽസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്. അതിന്റെ സമ്മറി ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ബാലൻസ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് ഓർ ഡെറ്റേഴ്സ് ആണ് സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് represent the total of all customers or debtor balances from the clear ആണ്. ലെഡ്ജറിലെ ക്ലിയർ ഡെറ്റേഴ്സിന്റെ ഒക്കെ ആ ഒരു ബാലൻസ്. കാരണം ജനറൽ ലെഡ്ജറിലാണ് ഡെറ്റേഴ്സിന്റെ ഒക്കെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു സെയിൽസ് ലെഡ്ജർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട്സ്. ക്ലിയർ? ഓക്കെ ആണോ? 14ാമത്തത്, ഹൗ ആർ ഇറേഴ്സ് ഡിറ്റക്റ്റഡ് ഇൻ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ? എങ്ങനെയാണ് ഇറേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത് സെൽഫ് ബാലൻസിങ് ലെഡ്ജറിൽ? ബൈ പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ് ഫോർ ഈച്ച് ലെഡ്ജർ. എല്ലാ ലെഡ്ജറിനും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ബൈ മാച്ചിങ് ക്യാഷ് ബാലൻസസ്. ക്യാഷ് ബാലൻസ് നമ്മൾ ഇത് മാച്ച് ചെയ്യുന്നത്. അടുത്തത് ബൈ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇറർ ഡിറ്റക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും അവസാനം ബൈ ചെക്കിംഗ് ഡെയിലി ട്രാൻസാക്ഷൻസ് മാനുവലി. ഓരോ ട്രാൻസാക്ഷനും ഡെയിലി നോക്കിക്കൊണ്ട്. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? എ ആണ്. എല്ലാ സെപ്പറേറ്റ് ആയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താണ് നമ്മൾ നോക്കുന്നത് ഇറേഴ്സ് ഉണ്ടോ എന്ന്. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് ആർ പ്രിപ്പയർ ഫോർ ഈച്ച് ലെഡ്ജർ മേക്കിംഗ് ഇറർ ഡിറ്റക്ഷൻ ഈസിയർ. 15ാമത്തത്, how is a credit purchase recorded in the purchase ledger control account? ഒരു ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടായി. ആ ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെയാ പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേർണൽ എൻട്രി ആദ്യം മനസ്സിലാക്കണം. എന്താ ഒരു ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേർണൽ എൻട്രി? ക്രെഡിറ്റ് പർച്ചേസ് നടക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു. വാട്ട് ഈസ് എ ജേർണൽ എൻട്രി? ജേർണൽ എൻട്രി പറ. ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേർണൽ എൻട്രി, ക്രെഡിറ്റ് പർച്ചേസ് ജേർണൽ എൻട്രി ആർക്കെങ്കിലും പറയാമോ? പോട്ടെ, പർച്ചേസിന്റെ ജേർണൽ എൻട്രി പറഞ്ഞു. യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ദാറ്റ് പെർട്ടിക്കുലർ ക്രെഡിറ്റർ. ഓക്കെ ആണോ? പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടി ആ പെർട്ടിക്കുലർ ക്രെഡിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ലൈബിലിറ്റി കൂടി, സോ ക്രെഡിറ്ററിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ട്സ് എവിടെയൊക്കെ വരുമെന്ന് നോക്കാം. പർച്ചേസ് ലെഡ്ജർ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ആ പർച്ചേസ് ലെഡ്ജറിനകത്ത് വന്നോളും. പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് ലെഡ്ജറിൽ വരും. ഓക്കെ ആണോ? ഇനി പിന്നെ ജനറൽ ലെഡ്ജറിനകത്തായിരിക്കും ആര് വരുന്നത്? നമ്മുടെ ക്രെഡിറ്ററോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ ആണോ? എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ എൻട്രി ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? യെസ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്? ഈ പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് എവിടെയാ? പർച്ചേസ് ലെഡ്ജറിൽ ഒരിക്കലും പർച്ചേസ് ലെഡ്ജറിനെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അക്കൗണ്ട് വരില്ലല്ലോ, ജനറൽ ലെഡ്ജറിലായിരിക്കും വരുന്നത്. ജനറൽ ലെഡ്ജറിൽ പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ജേർണൽ എൻട്രി എങ്ങനെ പോസ്റ്റ് ചെയ്യും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് എന്നും പറഞ്ഞ് വരും. ഓക്കെ ആണോ? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് എങ്ങോട്ടേക്ക് പോകണം? പർച്ചേസ് ലെഡ്ജറിലേക്ക് പോകണം. അത് പർച്ചേസ് ലെഡ്ജറിൽ കൊണ്ടുപോകും. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ
പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിലും നമ്മൾ ആ പെർട്ടിക്കുലർ ഡെബിറ്റ് കൊടുക്കും. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി. അപ്പൊ ഇതിനകത്തെ ഓപ്ഷൻ എന്താ? ഡെബിറ്റ് പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. ഓക്കെ ആണോ? ഡെബിറ്റ് പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, അതാണ് അതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ. ആരെ ക്രെഡിറ്റ് ചെയ്തു? ജനറൽ ലെഡ്ജറിൽ ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു ബൈ പർച്ചേസ്. ഇനി ടു ക്രെഡിറ്റേഴ്സ് പർച്ചേസ് ലെഡ്ജറിൽ പോകണം, അത് അവിടെ കൊണ്ടുപോയി എഴുതി. പക്ഷെ അതിന് ഇവിടെ റെപ്രസെന്റ് ചെയ്യണേ, സെൽഫ് ബാലൻസിനെ ആക്കണ്ടേ? റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഉണ്ട്, അവിടുത്തെ ആ ഡെബിറ്റ് അതേപോലെ സമ്മറി ആയതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നു, ഇവിടെ എഴുതി. ക്ലിയർ? പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ക്ലിയർ? A credit purchase increases liability, so the purchase ledger control account is debited. Okay, liability increasing, so a credit is passed in the general ledger, so a corresponding debit should be passed in purchase ledger control account in order to what? In order to balance the ledger. Ledger ne proper ആയി balance ചെയ്യാൻ, self balance ചെയ്യാൻ. Clear ആണോ? സോ അത്രയുമാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് രണ്ടും വളരെ ചെറിയ യൂണിറ്റ്സ് ആയിരുന്നു, വളരെ മാക്സിമം നമ്മൾ അത് കവർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ ഡൗട്ട് ക്ലിയർ ചെയ്തായിരുന്നു. ആദ്യം ഇല്ലായിരുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനും 19ാമത്തെ ക്വസ്റ്റ്യനിലും ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഡൗട്ട് എന്ന് പറയുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയർ സൈൻ ചെയ്യണമെന്നുള്ളതായിരുന്നു. ഡ്രോയർ സൈൻ ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആൻസറും കറക്റ്റ് ആയിരുന്നു, ഡ്രോയറും സൈൻ ചെയ്യണം. ക്ലിയർ? ഇനി ഡ്രോയി സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ ഉണ്ട്, അതാണ് ഡിമാൻഡ് ബില്ലിന്റെ കേസ്. അറ്റ് സൈറ്റ് ബില്ലെന്നും പറയും. ഒരു ഡിമാൻഡ് ബില്ലാണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഓൺ ഡിമാൻഡ് പേയ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഈ പെർട്ടിക്കുലർ ബില്ല് ഡ്രോയുടെ അടുത്ത് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ അയാൾ പൈസ കൊടുക്കണം, ഇമീഡിയറ്റ് പേയ്മെന്റ്. അപ്പൊ അയാൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അയാൾ പൈസ കൊടുത്തില്ലെങ്കിൽ ആ ബില്ല് ഡിസോണർ ആകും, പിന്നെ അതിന്റെ പ്രൊസീജിയറുമായി മുന്നോട്ടേക്ക് പോകും. പക്ഷെ അക്സെപ്റ്റൻസ് ഇസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് ഡിമാൻഡ് ബിൽ. ഓക്കെ ആണോ? ടേം ബില്ലിന്റെ അല്ലെങ്കിൽ യൂസൻസ് ബില്ല് അതിന്റെ കേസിൽ മാത്രമാണ് പെർട്ടിക്കുലർ ടേമിന് ശേഷമാണ് പേയ്മെന്റ്. ആ ബില്ലിന്റെ കേസിലാണ് അക്സെപ്റ്റൻസ് വരുന്നത്. ഇതിന്റെ കേസിൽ അക്സെപ്റ്റൻസ് വരത്തില്ല. അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലും ലീഗലി ബൈൻഡിങ് ലീഗലി ബൈൻഡിങ് ആണ്. അയാൾക്ക് പേ ചെയ്യേണ്ടായെങ്കിൽ അയാൾക്ക് പേ ചെയ്യാതിരിക്കുക, അപ്പൊ അത് ഡിസോണർ ആകും. ഡിസോണർ ആകുമ്പോൾ പിന്നെ അതിന്റെ കേസസ് അങ്ങോട്ടേക്ക് പോകും. മനസ്സിലായോ? സോ അതാണ് ഡിമാൻഡ് ബില്ലിന്റെ കേസ്. ഡിമാൻഡ് ബില്ല് when it is drawn, it did not require the acceptance of the drawing. ഫ്രോഡ് ആകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഡിമാൻഡ് ബില്ലിന്റെ കേസ് അങ്ങനെ. ഡിമാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ ഓൺ ഡിമാൻഡ് പേയ്മെന്റ്. മെജോറിറ്റി ഓഫ് ടൈം ഇപ്പൊ ഫോറിൻ ട്രേഡ് ഒക്കെ നടത്തുന്ന സമയത്താണ് ഈ ഡിമാൻഡ് ബില്ലൊക്കെ ഡ്രോ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ റെഫർ ചെയ്ത സമയത്തും അങ്ങനെ തന്നെയാണ് കാണിച്ചത്. 2-3 ക്വസ്റ്റ്യൻസും എക്സ്ട്രാ അതുപോലെ കാണിച്ചായിരുന്നു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറൊരു സ്റ്റുഡന്റ് ഇതുപോലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ടേബിൾ ആയിട്ട് തന്നിരിക്കുകയാണ്, നമ്മൾ അത് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നത്, ഒരു നാച്ചുറൽ റിസോഴ്സ് ഉണ്ടായിരുന്നു. നാച്ചുറൽ റിസോഴ്സ് ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുന്നത് കോറി അല്ലെങ്കിൽ മൈൻ, അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഡിപ്ലീഷൻ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ആണ് ഞാൻ പറയുന്നത്, ഡിപ്ലീഷൻ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കോറി ഓർ മൈൻ അതിന്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യുന്നതിന് ഡിപ്ലീറ്റ് ആയി എന്ന ഡിപ്ലീഷൻ എന്നാണ് ടേം കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ റിസോഴ്സസിന്റെ റിഡക്ഷൻ ഇൻ വാല്യൂ, ഡിപ്ലീഷൻ. ഇനി ടൂൾസ് അതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ അതിന്റെയൊക്കെ റീവാല്യുവേഷൻ എന്നാ പറയുന്നത്. റീവാല്യുവേഷൻ, റീവാല്യൂ ചെയ്തു എന്ന് പറയും. ഇനി വേറൊരു സംഭവം ഉണ്ട്, ലീസ് ഹോൾഡ് അസെറ്റ്. ഓക്കെ, ലീസ് ഹോൾഡ് അസെറ്റ് അങ്ങനെ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ ആണ്, ലീസ് ഹോൾഡ് അസെറ്റ് എന്ന. വേറെ ഒരെണ്ണം ഉണ്ട് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, സ്റ്റോക്കിന്റെ എന്തായിരുന്നു, സ്റ്റോക്കിന്റെ റീവാല്യുവേഷൻ ആണോ? അല്ല, ഓക്കെ, സ്റ്റോക്കിന്റെ പോട്ടെ. ലീസ് ഹോൾഡ് അസെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ തന്നിട്ടുണ്ട്, ലീസ് ഹോൾഡ് അസെറ്റ്. ഇപ്പൊ ലീസ് ഹോൾഡ് അസെറ്റിനകത്ത് ഡൗട്ട് തോന്നിയെന്ന് പറയുന്നത്, ആ കുട്ടി ചോദിച്ചത് ഇതാണ്, ലൈക്ക് ലീസ് ഹോൾഡ് അസെറ്റ് അല്ലേ,
ഓപ്ഷനിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ബാക്കിയില്ല, പകരം അമോർട്ടൈസേഷനേ ഉള്ളൂ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ബാക്കി വരുന്ന അമോർട്ടൈസേഷൻ. സോ അമോർട്ടൈസേഷൻ തന്നെ അതിനകത്ത് അങ്ങ് കൊടുത്തു. പക്ഷെ അത് തെറ്റല്ലേ? ലീസ് ഹോൾഡ് അസറ്റ് അല്ലേ, അതൊരു ടാഞ്ചിബിൾ അസറ്റ് അല്ലേ? സോ അവിടെ ഡിപ്രീസിയേഷൻ അല്ലേ വരേണ്ടത്? ഇൻടാഞ്ചിബിൾ ആകുമ്പോഴല്ലേ അമോർട്ടൈസേഷൻ വരണ്ടേ എന്നൊരു ക്വസ്റ്റിനാണ് ചോദിച്ചത്. ലീസ് ഹോൾഡ് അസറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലീസ് ഹോൾഡ് അസറ്റ് ക്യാൻ എയ്തർ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ഇഫ് ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് ആക്ച്വൽ ടാഞ്ചിബിൾ അസറ്റ്, ദെൻ അവിടെ യൂസ് ചെയ്യേണ്ട വേർഡ് ഡിപ്രീസിയേഷൻ എന്നാണ്, റിഡക്ഷൻ ഇൻ വാല്യൂ. പക്ഷെ ലീസ് ഹോൾഡ് അസറ്റ് ക്യാൻ എയ്തർ ബി എ റൈറ്റ് ടു യൂസ് എ പെർട്ടിക്കുലർ അസറ്റ്. ഒരു റൈറ്റ് വേണമെങ്കിൽ നമുക്ക് അസറ്റ് ആയിട്ട് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ലീസ് ഹോൾഡ് അസറ്റ് എന്ന രീതിയിൽ പറയാം. അപ്പൊ അത് ഇൻടാഞ്ചിബിൾ എന്ന സെൻസ് വരും. ക്ലിയർ? അപ്പൊ ഒരു ലീസ് ഹോൾഡ് അസറ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ടാഞ്ചിബിൾ ആകാം, ഇൻടാഞ്ചിബിൾ ആകാം. ഓപ്ഷൻ ഡിപ്രീസിയേഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല, അമോർട്ടൈസേഷനേ ഉള്ളൂ എങ്കിൽ ധൈര്യമായിട്ട് അമോർട്ടൈസേഷൻ കൊടുക്കാം, വേറെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഒന്നും അതിനകത്ത് ഇല്ലെങ്കിൽ. ക്ലിയർ? കാരണം ഇൻടാഞ്ചിബിളും ആകാം എന്നുള്ള സെൻസിലാണ് ആനുവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഓപ്ഷൻ ചിലതില് ലീസ് ഹോൾഡ്. ആനുവിറ്റി മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അത് പറയുന്നത് ആനുവിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അതായത് വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, എന്താ പറയുക, ഏത് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ വാല്യൂവില്, ബുക്ക് വാല്യൂവില് ചേഞ്ച് ഒന്നും ഉണ്ടാകാത്തത്. ഒരെണ്ണത്തിനകത്ത് ആനുവിറ്റി മെത്തേഡ് അതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആണ് അതിന്റെ ആൻസർ. ഡിപ്രീഷിയബിൾ ഫണ്ട് മെത്തേഡ്, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോറി, ലീസ് ഹോൾഡ് അല്ല, ഞാൻ ഈ പറഞ്ഞത് ഇതാണ്. ക്വസ്റ്റ്യൻ കേക്ക്, ആ ഒരു പെർട്ടിക്കുലർ ഏതൊരു മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു അസറ്റിന്റെ ബുക്ക് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകാറ്. ഡിപ്രീഷിയേറ്റഡ് ഫണ്ട് മെത്തേഡ്, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ആ മെത്തേഡ് ഉപയോഗിക്കുമ്പോഴാണ്. കാരണം സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഫോർ റീപ്ലേസ്മെന്റ്. അപ്പൊ അതിന് അസറ്റിന്റെ വാല്യൂവിൽ ഇപ്പൊ വ്യത്യാസമുണ്ട്. ബാക്കി ഏത് മെത്തേഡ് ആണെങ്കിലും അസറ്റിന്റെ വാല്യൂവിൽ വ്യത്യാസം വരും. ആനുവിറ്റി മെത്തേഡ് ആണെങ്കിലും അസറ്റിന്റെ വാല്യൂവിൽ വ്യത്യാസം വരും. ഇനി അടുത്ത സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കൊടുത്തിട്ടുണ്ടോ? തെറ്റാണ്. ലീസ് ഹോൾഡ് അസറ്റിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അന്യൂവിറ്റി അല്ല. അന്യൂവിറ്റി എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റും കൂടെ വരണം. ഡിപ്രീസിയേഷന് പുറകെ ഇൻട്രസ്റ്റും കൂടെ വരുന്ന സിറ്റുവേഷൻസിലാണ് അന്യൂവിറ്റി മെത്തേഡ് ഉപയോഗിക്കുന്നത്. ലീസ് ഹോൾഡിന്റെ കേസിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ മാമിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാം അത് തരുമായിരിക്കും കേട്ടോ. ഇതാണ് അതിന്റെ, അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് അതിന്റെ ആൻസർ. അന്യൂവിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ, ഡിപ്രീസിയേഷൻ മാത്രമല്ല പേയബിൾ, അതിന്റെ കൂടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൂടെ പേയബിൾ ആകുന്ന സിറ്റുവേഷനിലാണ് അന്യൂവിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനിലെ, അതിന് മുന്നേ ഞാൻ ഈ മെത്തേഡ്സും അത് എവിടൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 15 minutes റീവാലുവേഷൻ മെത്തേഡ്, അന്യൂവിറ്റി മെത്തേഡ്, ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് നമുക്ക് 15 minutes അത് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത 2 യൂണിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നടത്താം. ഓക്കെ, ഏത് മൊഡ്യൂളിലാ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ? ഡിപ്രീസിയേഷൻ ആണ് തേർഡ് മൊഡ്യൂൾ, മൂന്നാമത്തെ മൊഡ്യൂൾ ഇപ്പൊ പറഞ്ഞതല്ലേ? അതെ, ഡിപ്രീസിയേഷൻ. പ്രധാനപ്പെട്ട 2 മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ. പക്ഷെ വേറെ ഈ അന്യൂവിറ്റി മെത്തേഡും കാര്യങ്ങളും മെയിൻലി ക്വസ്റ്റ്യനിങ് വന്നേക്കുന്ന പാറ്റേൺ അനുസരിച്ച് ഇതൊക്കെ ഏതിൽ ഉപയോഗിക്കും എന്ന ചോദ്യങ്ങളാണ് വരിക. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കളക്ട് ചെയ്ത് നാളെ അത് ഡിസ്കസ് ചെയ്യാം, ബാക്കി മെത്തേഡ്സ്. ഓക്കെ. Okay.
Which unit is responsible for converting the data received from user into a computer understandable form? പെട്ടെന്ന് നമുക്ക് പറയണേ, സമയം കളയരുത്. ഏതാണ്? ഇൻപുട്ട് യൂണിറ്റ് ആണ്. Converting the data received from user പിന്നെ into a computer understandable form. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. കുട്ടിക്ക് തിരക്ക് പിടിക്കുന്നത് സമയം കളയരുത്, അതാണ് ഉദ്ദേശം കേട്ടോ. എന്തായിരിക്കും ഉത്തരം? ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേ, നോക്കി. സി ആണ് കേട്ടോ, സി ആണ് ആൻസർ. അതിന് സമയം കളയുന്നില്ല ഞാൻ. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പുറത്തു നിന്നുള്ളൊരു സംഭവം കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലാക്കുന്നത് ഇൻപുട്ട് യൂണിറ്റും, ഈ കമ്പ്യൂട്ടറിന് മനസ്സിലായ സംഭവം ഒരു ഹ്യൂമൻ റീഡബിൾ അല്ലെങ്കിൽ ഹ്യൂമന് മനസ്സിലാകുന്ന രീതിയിലോട്ട് മാറ്റുന്നത് ആരാണ്? ഔട്ട്പുട്ട് യൂണിറ്റുമാണ്. ഓക്കെ, അപ്പോ ജസ്റ്റ് എന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് യൂണിറ്റ് കൺവേർട്സ് ദ ഡേറ്റ which the user enters into a language which computer understands, converts data into binary format. The output unit is responsible for giving the results in user understandable form. അത് മറന്നു പോരുത് കേട്ടോ. പിന്നെ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഏരിയ ആണ്. ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ആൻഡ് ബിറ്റ്വൈസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, the only language which the computer understands is ബൈനറി ലാംഗ്വേജ്. ബൈനറി ലാംഗ്വേജ്. വെരി ഗുഡ്. ബൈനറി ആണ്, ബൈനറി ആണ്. അതെ, ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സീറോസും വൺസിന്റെയും കോമ്പിനേഷൻ ആണ്. ബൈനറി ലാംഗ്വേജിനാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നത്. അതായത് നമ്മളിപ്പം മെഷീന് മനസ്സിലാവുന്നത്, പണ്ട് മെഷീൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന രീതിയിൽ പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് സെഷൻ ഉണ്ടായിരുന്നു പണ്ട്, വർഷങ്ങൾക്കൊക്കെ മുന്നേ. അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ കമ്പ്യൂട്ടറിനെ നേരിട്ട് പോയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം കാറ്റലോഗ്സ് ഓർ സംതിങ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യും. ഭയങ്കര പാടായിരുന്നു, നമ്മൾ വിചാരിച്ചില്ല. ഫുൾ സീറോസ് ആൻഡ് വൺസ് ആണ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കുറെ ഡിവൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കി കാണിച്ചിരിക്കുന്ന അസംബ്ലി ലാംഗ്വേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ തന്നെയാണ്. ബട്ട് ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ബാക്കി ബേസിക് സി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വീണ്ടും ഹൈ ലെവൽ ലാംഗ്വേജസ് കേട്ടോ. ഞാൻ കൊടുത്തിരിക്കുന്നത് അസംബ്ലർ is required to convert assembly language to binary language. Similarly, for understanding high level languages, compilers or interpreters. അപ്പൊ ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ചു. അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്, ഒരു ഡിവൈസ് അല്ല കേട്ടോ, അതൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്നാണ് പറയാ. ഓക്കെ, പിന്നുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജുകളായ സി, C++, C#, പൈത്തൺ, ജാവ പോലത്തെ ലാംഗ്വേജിനെ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലോട്ട് ആക്കുന്ന ആരാണ്? കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ ആണ്. അതെന്താന്നൊക്കെ ഞാൻ പിന്നെ ഭാവിയിൽ പറഞ്ഞുതരാം. ഇതെല്ലാം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ഞാൻ പണ്ട് ദിവസം പറഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ ഓക്കെ, അപ്പോ ജസ്റ്റ് നോക്കുക, ഇത് സീറോസും വൺസിന്റെ കോമ്പിനേഷനിൽ വരുന്ന സംഭവത്തിന് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്നാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടർ ഇസ് ബിറ്റ്. ബിറ്റ്. വെരി ഗുഡ്. അപ്പൊ ബാക്കി ടേംസ് ഒന്ന് നോക്കി വെച്ചോ. ബൈറ്റ് ഉണ്ട്, നിബിൾ ഉണ്ട്, KB ഉണ്ട്. KB എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ ബൈറ്റ് ആണ്. ഓക്കെ, ഇത് എങ്ങനെ നമ്മൾ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് ആണ് സ്മോളസ്റ്റ് യൂണിറ്റ്. ഷോർട്ട് ഫോം ഓഫ് ബൈനറി ഡിജിറ്റ് ആണ്. ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, എ ബിറ്റ് ക്യാൻ ലീവ് ഓൺലി വാല്യൂ 0 and 1 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ നിബിൾ എന്ന് വിളിക്കുന്നത്. ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 8 ബിറ്റ്സ് ആണ്. 8 ബിറ്റിന്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈറ്റ് എന്ന് പറയുന്നത്. കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റിനെയാണ് നമ്മൾ കിലോ ബൈറ്റ് എന്ന് പറയും. ഇനി മുന്നോട്ട് പോകുന്ന ജിഗാബൈറ്റും അങ്ങനത്തെ മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും GB. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങൾ എന്താന്നൊക്കെ ഉള്ളത് ഞാൻ നോട്ട്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സമയമാവുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ബിറ്റ് എന്ന് പറയുന്നതാണ് ബേസിക് യൂണിറ്റ്. നമുക്ക് നിബിൾ ഉണ്ട്, ഇറ്റ് കംപ്രൈസ് ഓഫ് 4 ബിറ്റ്സ്. ബൈറ്റ് എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് 8 ബിറ്റ്സ് ആണ്. 1024 ബൈറ്റ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
The input machine which originated in United States around 1880s is ഗസ് വർക്ക് ചെയ്താൽ മതി അറിയത്തില്ലെങ്കിൽ, കാരണം എനിക്കിത് കൺഫ്യൂഷൻ ആണ്, ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കൂടുതൽ ഇത് കാണിക്കുന്നില്ല. ഓക്കെ, ഗസ് വർക്ക് ചെയ്യുന്നു. ഇൻപുട്ട് മെഷീൻ ആണ്, ഇൻപുട്ട് എല്ലാം ഇൻപുട്ട് തന്നെ അല്ലേ. വിച്ച് ഒറിജിനേറ്റഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഏതാണ്? കീബോർഡ് ആണോ സർ? കീബോർഡ് ആണ്, കീബോർഡ്. വെരി ഗുഡ്, കീബോർഡ് ആണ് കേട്ടോ. ഇത് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, ബിക്കോസ് അത് എനിക്കിത് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. 1880 ഇത് ഡെവലപ്പ് ആയതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, ദെൻ ആക്ച്വലി മൗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ സെലക്ഷൻ. അതൊരു സെലക്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ പോയിന്റിംഗ് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. ജോയ്സ്റ്റിക് എന്ന് പറയുന്ന പേര് നിങ്ങൾ എസ്പെഷ്യലി ബോയ്സിന് ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ, ബിക്കോസ് പണ്ട് കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ ഉള്ള സമയത്ത്, വീഡിയോ ഗെയിംസ് ഒക്കെ ഉള്ള സമയത്ത് ഗെയിമിംഗ് പർപ്പസ്, ഫൈറ്റിംഗ് ഗെയിംസിനും അതുപോലെ തന്നെ കാർ ഒക്കെ ഓടിക്കുന്ന ഗെയിംസിലൊക്കെ, കാർ റേസിംഗ് ഗെയിംസിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ ബാർകോഡ് റീഡർ, നിങ്ങളിപ്പോ ബാർകോഡ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർകോഡ് റീഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഡിവൈസ് കൊണ്ട് തന്നെ മുകളിലോട്ട് വെക്കും, ഒരു ബീപ് ശബ്ദം കേൾക്കും, അതിന്റെ കറസ്പോണ്ടിങ് മാർക്കുകളും പ്രൈസ് ഒക്കെ വീടിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, കുറെ പേർക്കൊക്കെ അറിയാവുന്നതാണ്. വാട്ട് ഡസ് ദ വേർഡ് കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ഫോർ? എന്തായിരിക്കും? ആരെങ്കിലും ഗസ് വർക്ക് ചെയ്യുന്നു? സി അല്ല സർ. ഓപ്ഷൻ എ ആണോ സർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻസ് യൂസ് ഇൻ ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ് കേട്ടോ. ചോദിച്ചാൽ എഴുതണം, അതിനുവേണ്ടി ഞാൻ പറയുന്നത്. കോമൺലി ഓപ്പറേറ്റഡ് മെഷീൻസ് യൂസ് ഇൻ ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച്, എ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതെന്തുകൊണ്ടാണ് ഞാനത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് ഈ കാൽക്കുലേറ്റ്, കമ്പ്യൂട്ട് എന്ന് വെച്ച വാക്കിന്റെ അർത്ഥമാണ് കാൽക്കുലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് വെച്ച വാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസ് എന്ന രീതിയിലാണ് തുടക്കത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനല്ല, എന്റർടൈൻമെന്റിനും എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? കമ്പ്യൂട്ടർ ഉപയോഗിക്കാം കേട്ടോ. Which of the following is not a function of the input unit? ഇൻപുട്ട് യൂണിറ്റിന്റെ പ്രത്യേകത അല്ലാത്തത്, വളരെ സൂക്ഷിച്ചു വായിക്കണം. ഇറ്റ് റീഡ്സ് ഇൻസ്ട്രക്ഷൻസ്. ഓപ്ഷൻ ബി എന്നാണോ സി എന്നാണോ പറഞ്ഞേ? കേട്ടില്ല. സി ആണോ? സി ആണ് അല്ലേ? ജസ്റ്റ് നോക്കി. ഇറ്റ് റീഡ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് ആണ്. പുറത്തു നിന്നുള്ള നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുന്നുണ്ട് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേർട്സ് ഡേറ്റ ഇൻടു കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോർമാറ്റ്. ആ സംഭവത്തിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് ആക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ദ ഡേറ്റ ഇൻടു യൂസർ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ്. ആക്കുന്നുണ്ടോ ഇൻപുട്ട് ഡിവൈസ്? അതവിടെ നിൽക്കട്ടെ. ഇറ്റ് സപ്ലൈസ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ ഫോർ ഫർദർ പ്രോസസിംഗ്. മനസ്സിലായോ? പ്രോസസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ സി ആണ്. ഓക്കെ, the input unit converts the data into computer understandable format, that is binary format, and not user understandable format. It is the duty of the output unit to make the data into user understandable format. Dash is a raw material used as input, and dash is the processed data obtained as output of data processing. Yes, work. എ ആണോ സർ? എ ആണ് കേട്ടോ. അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ നിങ്ങൾ പറയാണ്. ഇന്ത്യയെ പറ്റി ഒരു പാസേജ് നിങ്ങൾക്ക് തരുന്നു. ഇന്ത്യയെ പറ്റി, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ള അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു നിങ്ങൾക്ക് ഒരു 100 ലൈൻ അതിനകത്തുണ്ട്. അതിൽ നിന്ന് നിങ്ങളോട് പറയാണ് ഏറ്റവും റെലവെന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന കുറച്ച്, അല്ലെങ്കിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് നല്ലപോലെ വായിച്ച് നിങ്ങൾ അതിനെ നിങ്ങൾ 3-1 സംഗ്രഹിക്കുക. പ്രസി റൈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വലിയൊരു പാരഗ്രാഫ് വന്നിട്ട് അതിനകത്ത് ലൈൻസ് കട്ട് ചെയ്ത് വെക്കുകയല്ല, നമ്മൾ അതിനകത്ത് കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് നമ്മൾ അതിനെ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതി വെക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ പ്രസി റൈറ്റിംഗ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മുടെ 3-1 സംഗ്രഹിക്കുക, സംഗ്രഹം എന്നൊക്കെ പറയും.
അപ്പം ആ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എത്തും. തന്നിരിക്കുന്ന റോ മെറ്റീരിയലിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡേറ്റ എന്നാണ് വിളിക്കുക. സോ ദി ആൻസർ ഈസ് എ. Data can be assumed as raw material, which in turn ആണ് after processing gives desired output in the form of instructions. Okay, set of ordered and meaningful instructions is known as program. Which of the following is not a characteristic of a computer? സർ ബി. ഈ പ്രോസസ്ഡ് ഡേറ്റ ആണോ സർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്? അതെ അതെ അതെ, മനസ്സിലായി. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷനെ നമ്മൾ പല രീതിയിൽ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞതിന് മുമ്പേ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും ഡൗട്ട് ചോദിച്ചു പ്രോഗ്രാമും സോഫ്റ്റ്വെയർ തമ്മിലുള്ള വ്യത്യാസം. കാരണം പലയിടത്തും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം കഴിഞ്ഞോ എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് കറക്റ്റ് എനിക്ക് പ്രോഗ്രാമും സോഫ്റ്റ്വെയർ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ പാക്കേജും അതിനകത്തുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് പറയുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഞാൻ കോണ്ടെക്സ്റ്റ് ഒന്നും പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയെ പറ്റി ഒരു വലിയൊരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് പറയാണ് അതിനെപ്പറ്റി അതിന് വളരെ ഒരു ഒരു 3-1 സംഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു പ്രസി റൈറ്റിംഗ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതി വെക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ആ റോ ഡേറ്റയിൽ നിന്ന് അത്രയും ഡേറ്റയിൽ നിന്ന് നമ്മൾ എഴുതി വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രൊസി. ഇപ്പോ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രോസസ്സ് ചെയ്ത്, ഇവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളത് വായിച്ച് മനസ്സിലാക്കി എഴുതി വെക്കുന്നതിനെയാണ് ഇവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടുത്തെ നമ്മൾ ഫയലിൽ എഴുതി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിവിടെ ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലല്ല. ഇവിടെ നമ്മുടെ ഉപയോഗം എന്താണ്? നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു യൂണിറ്റ് കിട്ടി, ഫ്രം ദ ബിഗ് തിങ് നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, പിന്നെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം കറക്റ്റ് കോഡിങ്ങിന്റെ സംഭവം ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളോട് പറയാണ് ഒരു ഡേറ്റ തന്നു. നിങ്ങളുടെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ കുറെ ഡേറ്റ, കുറെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇതിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് പറയാണ് ഞാൻ ചൂസ് ചെയ്യുന്ന വേരിയബിൾസ് എയും ബിയും ആണ്, ഞാൻ ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് 5ഉം 6ഉം ആണ്, ഞാൻ ഇത് ഒരു സം എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇവിടെയാണ് കറക്റ്റ് പ്രോസസ് ചെയ്ത ഡേറ്റയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് എന്തൊക്കെയോ കുറെ ഡേറ്റ തന്നു, നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് ഒരു പ്രോഗ്രാം രീതിയിലാക്കി. ഓക്കെ, ഇതിന് ഇവിടെ പ്രോപ്പർ പ്രോസസ്ഡ് ഡേറ്റയാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്നിട്ട് പറയണോ? ഓക്കെ സർ. ഓക്കെ, ഇതിന് ഉത്തരം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്പ്യൂട്ടർ? പി. പി ആണ്, IQ ആണ് കേട്ടോ. IQ എന്ന് പറയുന്നത് ഇന്റലിജൻസ് കോഷ്യന്റ് ആണ്. എന്തുകൊണ്ട് ഇന്റലിജൻസ് കോഷ്യന്റിനകത്ത് വരാൻ കാര്യം എന്താണ്? കാരണം കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. ഓക്കെ, ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്കൊക്കെ നിങ്ങളത് പഠിച്ചു വെച്ചു കേട്ടോ. ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി 4 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും എറർ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല, അൺലെസ് അത് ഓവറായിട്ട് വർക്ക് ചെയ്ത് ക്രാഷ് ആയി പോകാതെ ബാക്കി എറർ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതിന് നമ്മൾ ഡിലിജന്റ് എന്ന് പറയാറുണ്ട്. ഗെറ്റിംഗ് ഗ്രംബിൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കംപ്ലൈന്റ് ഒന്നും പറയാതെ മുന്നോട്ട് പോകുന്നവൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹൈ ആണ് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പല രീതിയിലുള്ള ടാസ്ക് പ്രോപ്പറായിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് കമ്പ്യൂട്ടർ വെർസറ്റൈലുമാണ്. The 2 basic types of memory in a computer are, വേഗം പറഞ്ഞു. പ്രൈമറി ആൻഡ് സെക്കൻഡറി കേട്ടോ. ബി ആണ്. ഓക്കെ, ബി ആണ്. Which of the following is a non-volatile storage? Non-volatile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പോകാത്ത അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോകാത്തത് ഏതാണ്? സെക്കൻഡറി. ഓക്കെ, സെക്കൻഡറി ആണ് ആൻസർ. ഓക്കെ, തൽക്കാലം എന്നോട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം ബാക്കി കാണാം. ഓക്കെ സാർ, ഈ പ്രോസസ്ഡ് റോ ഡേറ്റയെ നമ്മൾ ഇൻഫർമേഷൻ അല്ലേ പറയുന്നത്? പ്രോസസ് ചെയ്ത റോ ഡേറ്റയെ നമുക്ക് ഞാൻ ഇൻസ്ട്രക്ഷൻ ആണോ പറഞ്ഞേ?
വെയിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ചിലപ്പോൾ അത് തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. സോറി. ഓക്കെ, ഇത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാനത് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കൊടുത്തത്, അത് ഇൻഫോർമേഷൻ ആണ് ആക്ച്വലി കേട്ടോ. ഇതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ബട്ട് മുമ്പേ പറഞ്ഞ കോണ്ടെക്സ്റ്റുകളുടെ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റില്ല. ബട്ട് ഇവിടെ ശരിക്കും അത് പ്രോസസ് ചെയ്ത ഡേറ്റ് നമുക്ക് ഇവിടെ കറക്റ്റ് വരുന്നത് ഇൻഫോർമേഷൻ ആണ് കേട്ടോ. ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്നാണ്. ഞാനത് ഓക്കെ ഇതൊന്ന് നോട്ട് ചെയ്തോണേ. താങ്ക്സ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാല് ഞാനത്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ബീറ്റിംഗ് ഓഫ് ദ ബുഷ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് കൊടുത്താലും കുഴപ്പമില്ല. ബട്ട് ശരിക്കും പ്രോസസ്ഡ് ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇൻഫർമേഷൻ ആണ്. ഞാനൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, സോറി.